ഇപ്പൊ നമ്മളുടെ ഗൈഡഡ് ടോക്ക് 247th വീക്ക് ഈ മാനിഫെസ്റ്റേഷൻ സീരീസ് പൊതുവെ ഗൈഡഡ് ടോക്ക് ആളുകൾ ഏറ്റെടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഏറ്റെടുത്തു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി 2 വീക്ക് കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള 250th GT. ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നിരന്തരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാലേ ചിലപ്പം നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കുള്ളൂ എന്നല്ല. ഇപ്പം എല്ലാ ഘട്ടത്തിലും ഞാൻ ഏത് സെഷൻ എടുക്കുമ്പോഴും പറ്റുമെങ്കിൽ വീഡിയോയിൽ വന്നാൽ നന്നായിരിക്കും എന്ന് പറയും. പല പല കാര്യങ്ങളുണ്ടായിരിക്കും നല്ലതായിട്ട് ചെയ്യാൻ, പക്ഷെ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുള്ളൂ. അതിന് അത്രമാത്രം പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ്, ഇമ്പാക്ട് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇപ്പോ 250th GT ജനുവരി 17th വരുന്നത്. അപ്പൊ അതൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് വീക്കിൽ ചോദിച്ചിരുന്നു ആരൊക്കെ ഉണ്ടാവും. ഞാൻ ഇന്നലെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് വീക്കിൽ കൈ പൊക്കിയ അധിക വിദ്വാൻമാരൊന്നും ഇപ്പോൾ എൻറോൾ ചെയ്തിട്ടില്ല. അപ്പൊ ഏതായാലും ലെറ്റ് സി വാട്ട്സ് ഗോണ ഹാപ്പൻ. ആരും മറക്കണ്ട, നമ്മളെ മാനിഫെസ്റ്റേഷൻ സീരീസിന്റെ കൺക്ലൂഷനും ഇതിലൂടെ ഈ അവയർനെസ്സിലൂടെ പോയി ഈ അവയർനെസ്സിലൂടെ വന്നവർ 250th GT ഉണ്ടാകുമ്പോഴാണ് എക്സാക്ട്ലി നമുക്ക് അത് നല്ല ഡീപ്പർ ആയിട്ടും ഡെപ്തിലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റാന്നല്ല. അപ്പൊ എൻറോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 250th പ്രോഗ്രാമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാന്നുള്ളതാണ്. ഇപ്പം കുറച്ച് വീക്കായിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷന്റെ എത്തിക്കൽ പാർട്സ് എന്താണ്, മിസ്റ്റിക്കൽ പാർട്സ് എന്താണ്, അതിന്റെ സ്പിരിച്വൽ സൈഡ് എന്താണ് എന്നതൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഇപ്രാവശ്യത്തെ GTയുടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ടോപ്പിക് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് പറഞ്ഞിരുന്നു, അതിന്റെ ഒരു പോയറ്റിക് സൈഡ് നമുക്കിന്ന് വേണമെങ്കിൽ ചർച്ചയിൽ കൊണ്ടുവരാം. ഇപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞതിന് പല മെത്തേഡ്സ് ഉണ്ട്, പല അപ്രോച്ചുകൾ ഉണ്ട്. അപ്പൊ അതിലൊന്ന് നമ്മള് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള, പഴകിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. വേറെയും കുറെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളൊക്കെ പാലിക്കണം എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു അട്രാക്ഷൻ നിയമം മാത്രം പാലിക്കാന്ന് പറഞ്ഞാല്, പ്രണയത്തിന്റെ നിയമം ആകർഷണമാണ് എന്ന് പറയുമ്പം പെട്ടെന്ന് ഒരു പെൺകുട്ടിനെ കണ്ടു, ആകർഷണം തോന്നി, ഇതെന്റെ പ്രണയ നിയമം എന്ന് പറഞ്ഞതുപോലെയാണ്. അങ്ങനെയല്ല, പ്രണയത്തിന്റെ നിയമം എന്ന് പറയുന്നത് അത് പ്രാണന്റെ നിയമമാണ്, പ്രാണനാഥന്റെ നിയമമാണ്. പ്രണയം എന്നത് പ്രയാണമാണ് എന്നൊക്കെ, പ്രാണനാഥനിലേക്കുള്ള പ്രയാണമാണ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. അപ്പൊ പ്രാണനാഥനിലേക്ക് എപ്പോഴും പ്രാണൻ ഉൾക്കൊള്ളുന്നവൻ ആകർഷിക്കപ്പെടുന്നത്, അവിടെയാണ് ആ ആകർഷണ നിയമം പൂർണ്ണതയിൽ എത്തുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മള് ഈ മാനിഫെസ്റ്റേഷൻ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വെറും ഒരു അട്രാക്ഷൻ മാത്രം പഠിച്ചത് കൊണ്ടായില്ല, ഏത് തരത്തിലുള്ള അട്രാക്ഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക്കിൽ മാനിഫെസ്റ്റേഷന്റെ ഡിസ്കഷനിൽ ഞാൻ എടുത്തു വെച്ചത് പോയറ്റിക് കോഡ് ഓഫ് മാഗ്നറ്റിസം എന്നുള്ള ഒരു ലെയറാണ്. നമുക്ക് അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാം. കുറച്ചൊന്ന് ഡീപ്പായിട്ട് കൊണ്ടുവരും. കഴിഞ്ഞ വീക്കിലൊക്കെ തുടർച്ചയായിട്ടുള്ളവർക്ക് ഐ തിങ്ക് മേ ബി നന്നായിട്ട് ഡെപ്തിൽ പോകുമ്പോൾ ചിലപ്പോൾ കണക്ട് ചെയ്തേക്കാം. അല്ലാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ സീരീസുകൾ യൂട്യൂബിൽ വെറുതെ കിടക്കുന്നുണ്ട്, ഒന്ന് ഫ്രീ ആകുമ്പോൾ പോയി കണ്ടാൽ കുറച്ചുകൂടി കണക്റ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. റെഡിയാണോ എല്ലാവരും? എവ്രിവൺ റെഡി? വെരി ഗുഡ്. GTയിൽ ഫസ്റ്റ് ആയിട്ട് ഇതിനെ പറ്റി ഒരു പരിചയമില്ലാത്ത ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, ജസ്റ്റ് വാണ് സി. അപ്പൊ ഏത് ലെവൽ വരെ പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ദിസ് ഈസ് യുവർ ഫസ്റ്റ് GT. ഗൈഡഡ് ടോക്കിനെ പറ്റി ഒന്നും അറിയില്ല, അങ്ങനെ ആരുമില്ല? 2 പേര്, ഫൈൻ. 2 പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. കുറച്ച് പേര് ചാറ്റിൽ വന്നിട്ടുണ്ട് തോന്നുന്നല്ലേ? ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ കുറച്ച് പേരോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വന്നവർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ മുന്നേ നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് ഇതിന്റെ മുന്നത്തെ സീരീസ് കൂടി ഇതിന് ശേഷം കണ്ടാൽ യു വിൽ ഗെറ്റ് മോർ കണക്ഷൻ എന്നുള്ളതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് പോയറ്റിക് കോഡ് ഓഫ് മാഗ്നറ്റിസം. ഞാൻ സ്റ്റിൽ ഒരു 10 days എൻ്റെ ഒരു പേഴ്സണൽ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട് ഐ മീൻ ചെന്നൈ. അപ്പൊ ഇന്ന് ആണ് ആക്ച്വലി നാട്ടിലേക്ക് വരുന്നത്. ഇന്നലെ കുറച്ച് സമയം എനിക്ക് ഇന്നലെ ഏകദേശം 1 മണിയായിരിക്കും ഞാൻ പ്രോഗ്രാം കഴിഞ്ഞെത്തുമ്പോൾ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ തെംജുവിന് പോയറ്റിക് കോഡ് ഓഫ് മാഗ്നറ്റിസം എന്നുള്ള ഇന്നത്തെ GTയുടെ ടോപ്പിക്കിന്റെ പേര് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നീട് ഇരുന്ന് ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും എൻ്റെ മൈൻഡിലേക്ക് അങ്ങനെ ഒരു ലെയർ ഡിസ്കസ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് മൈൻഡിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് വന്നത്, ആക്ച്വലി ഇപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, മാനിഫെസ്റ്റേഷൻ ഈസ് ഈക്വൽ ടു പ്രയർ എന്നുള്ളതാണ്.
പ്രയർ ആകാത്ത മാനിഫെസ്റ്റേഷൻ ഒരിക്കലും കംപ്ലീറ്റ് അല്ല, അത് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ആഗ്രഹിച്ചോളൂ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്ത് നേടിക്കോളൂ, നമ്മൾ എന്തൊക്കെ തന്നെ നേടി എന്ന് പറഞ്ഞാലും അതിന് പിറകിൽ എൻ്റെ ആഗ്രഹം ഒരു പക്ഷെ പ്രാർത്ഥനയായിട്ട് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം മറ്റുള്ള ആരുടെയോ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ടെങ്കിലും ആകർഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. എനിക്ക് തോന്നും ഞാൻ കഷ്ടപ്പെട്ടു നേടിയതാണ് എന്ന് ഞാൻ തോന്നുമ്പോൾ പോലും ഞാൻ കഷ്ടപ്പെട്ടതിന് പിറകിൽ, എന്നെ കൊണ്ട് ആ പണി എടുപ്പിച്ചതിന് പിറകിൽ ഞാൻ പോലും അറിയാത്ത ആരുടെയൊക്കെയോ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവാം. അപ്പൊ സ്വാഭാവികമായിട്ടും കൺക്ലൂഡ് ചെയ്യപ്പെടാ മാനിഫെസ്റ്റേഷൻ ഇസിക്കൽ ടു പ്രയർ എന്നുള്ളതാണ്. എത്ര നേരത്തെ നമുക്ക് ഈ ഇക്വേഷന് ജസ്റ്റ് തിയററ്റിക്കലി മനസ്സിലാക്കല്ല, നമ്മൾ വിറ്റ്നസ് ചെയ്യും പോലെ, നമുക്ക് ബോധ്യപ്പെടുന്നത് പോലെ, നമ്മൾ സാക്ഷ്യം വഹിക്കുമാറ് നമ്മുടെ ലൈഫിൽ നമ്മൾ അത് സാക്ഷ്യം വഹിച്ച് ബോധ്യപ്പെടുത്തുന്നോ, ജസ്റ്റ് ഒരു തിയറി അല്ല. ഈ പോയിന്റിലേക്ക് എത്തുന്ന സമയം ചുരുക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ അലൈൻമെന്റും നേരത്തെ നമുക്ക് സംഭവിക്കും, നമ്മുടെ ലൈഫിന്റെ ഫ്ലോയിലേക്കും നമുക്ക് നേരത്തെ തിരിച്ചെത്താൻ വേണ്ടി പറ്റും എന്നതാണ്. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൗതുകം ഉണർത്തുന്ന കാഴ്ചയായിരിക്കും. ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ വാവ് ഇതെന്താ സംഭവം അല്ലെ, പൂമ്പാറ്റനെ കണ്ടു, അതുപോലെ തന്നെ പൂവ് കാണുമ്പോൾ, വെളിച്ചം കാണുമ്പോൾ, തീനാളം കാണുമ്പോൾ ഒക്കെ ആ കുഞ്ഞിന്റെ കണ്ണിൽ ഭയങ്കരമായിട്ടുള്ള കൗതുകം ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കും. ആ കൗതുകം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ കുഞ്ഞിനെ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. പക്ഷെ ആ കുഞ്ഞ് ഈ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകൾക്കൊക്കെ കാരണമായത് ആ കുഞ്ഞിനെ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത്, ആ കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച്, ആ കുഞ്ഞ് വേണമെന്ന് പ്രാർത്ഥിച്ച് ഒരു അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പ്രാർത്ഥനയും പ്രയത്നവും ഒക്കെ അതിലുണ്ട്. അവരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. ആ അമ്മയുടെ 10 മാസം അല്ലെങ്കിൽ 9 മാസം ചുമന്ന് നടന്ന പരിശ്രമങ്ങളൊക്കെ അതിന്റെ പിറകിലുണ്ട്. ഈ കുഞ്ഞിതൊന്നും അറിയുന്നില്ല. ഇനി ഈ കുഞ്ഞിന്റെ ലൈഫിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു, താൻ എങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിന് പിറകിൽ എത്ര ആളുകളുടെ പ്രയത്നമുണ്ട്. എൻ്റെ അച്ഛന്റെ അമ്മയുടേത് മാത്രമല്ല, ഈ പ്രകൃതിയുടെ, എൻ്റെ ആൻസിസ്റ്റേഴ്സിന്റെ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് 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 ആളുകൾ, ഞാൻ കാണാത്ത എനിക്ക് ശേഷം വരാനിരിക്കുന്നവരുടെ ആർക്കൊക്കെ എന്തൊക്കെയോ ഗുണങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പോലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷസുകളും പ്രാർത്ഥനകളും ഒക്കെ അവന് വേണ്ടി സംഭവിക്കുന്നുണ്ട് എന്ന് അവൻ എപ്പോഴാണോ തിരിച്ചറിയുന്നത്, ആ സമയം മുതലാണ് ശരിക്കും പറഞ്ഞാൽ അവൻ അവന്റെ ലൈഫിന്റെ പർപ്പസിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത്. അതുവരെ ആ കുഞ്ഞ് അതൊന്നും അറിയുന്നില്ല. അപ്പൊ എപ്പോഴാണോ ഇത് റിവീൽ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ അവന്റെ ചിന്തകളിൽ ഞാൻ എന്തിനിവിടേക്ക് വന്നു, ഞാൻ എവിടെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്, ഇനി ഞാൻ എങ്ങനെയാണ് പോണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചെങ്കിലും അവന് തുടങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾക്ക് പിറകിൽ ആ കൗതുകം ഒരുക്കിയവനെ, കൗതുകം ഒരുക്കുന്നവനിലേക്ക് അവന്റെ ചിന്തകൾ എത്തുന്നത്. ഈ നിമിഷം മുതലാണ് അവന്റെ ജീവിതം അർത്ഥപൂർണമായി മാറി തുടങ്ങുന്നത്, ലൈഫിനൊരു മീനിങ് ഉണ്ടായി തുടങ്ങുന്നത്. ഇങ്ങനൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ലൈഫിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊക്കെ ആഗ്രഹിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഞാനിപ്പോ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ അതുപോട്ടെ ഞാനൊക്കെ എന്തിനാ ജീവിക്കണത്. അതിന്റെ ടോണ് പലതായിരിക്കും കേട്ടോ. അപ്പൊ ചിലർ ഞാനൊക്കെ എന്തിനാലേ ജീവിക്കണത്. ഇനി നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ മറന്നു പോകുമ്പോൾ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ ഉപദേശ കമ്മിറ്റിക്കാരോ ആരെങ്കിലൊക്കെ നമ്മളോട് എന്തിനാടാ ജീവിക്കണത്. ആ ചോദ്യത്തിന്റെ ടോണ് നമ്മൾ നോക്കണ്ട, ടോണ് മാറും. ഇപ്പൊ നമ്മൾ നല്ല ദൈവികമായ ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ ആ വചനം തന്നെ നമുക്ക് ഏതൊക്കെ ടോണില് പാരായണം ചെയ്യാം. ഇപ്പൊ ടോണുകൾ മാറിക്കൊണ്ടിരിക്കുന്നില്ലാണ്. ആ ടോണ് മാറുമ്പോ ഫീല് മാറും സ്വാഭാവികമായിട്ടും. മനസ്സിലായില്ലേ? നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊരാള് പറയുന്ന സമയത്ത് നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുമ്പോ ഓക്കെ, അടുത്തൊരാളുടെ നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ ആ ഇഷ്ടത്തിൽ നമുക്ക് എന്തോ ഒരു പന്തികേട് ഉണ്ടായിരിക്കും, റൈറ്റ്? ഇപ്പൊ ടോണുകൾ മാറിക്കൊള്ളട്ടെ, ടോൺ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ വരിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തിനാടാ നീയൊക്കെ ജീവിക്കണത്, എന്തിനാടാ നീയൊക്കെ പഠിക്കുന്നത്, എന്തിനാണ് നീയൊക്കെ ഇവിടെ ജീവിച്ചിട്ട് എന്തുണ്ടാവാനാണ്, ഈ ചോദ്യം ഒരാൾ പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ പോലും നമ്മൾക്ക് അതൊരു പരിഹസിക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടി ആ പരിഹാസ രൂപങ്ങളും ഭാവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആ വരിയിലേക്ക് നമ്മൾ ആഴ്ന്ന് ചെന്ന് കഴിഞ്ഞാൽ എവിടേക്കോ നമ്മൾ ഓർമ്മിപ്പിക്കാണ് എന്തിനാ ജീവിക്കുന്നത്. അതാണ് റൂമി പറയുന്നുണ്ട്. അവിടാണ് പോയറ്റിക് കോഡ് ഓഫ് മാഗ്നറ്റിസത്തിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. റൂമി വാസ് എ വണ്ടർഫുൾ പോയറ്റ്. അപ്പം റൂമി പറയുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യത്തിനകത്ത് തന്നെയുണ്ട് ഉത്തരം. ചോദ്യത്തിനകത്ത് തന്നെ
ഉണ്ട് ഉത്തരം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് എന്തിനാ ഞാനൊക്കെ ജീവിക്കണത്, ആ ചോദ്യം ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചു നോക്കിയേ. എന്തിനാ ഞാൻ ജീവിക്കുന്നത്, എന്താണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ അന്വേഷണ പാതയിലൂടെ ഒരു അന്വേഷിയുടെ ഒരു സെൻസോട് കൂടിയിട്ട് നമ്മൾ എപ്പോഴാണോ കണക്ട് ആണത്, ആ സമയം മുതൽ നമ്മൾ ജീവിതത്തിന്റെ കുറച്ചുകൂടി വലിയ അർത്ഥം കണ്ടെത്താൻ വേണ്ടി നോക്കാം. അപ്പൊ എന്തിനാ ജീവിക്കണത് എന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട്. എന്തിനാ ജീവിക്കണെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചുരുങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ഫ്രെയിമും ചെറിയ അർത്ഥങ്ങളും കൊടുക്കണം എന്നുള്ളതാണ്. ജീവിതം തന്നവൻ എന്തിന് ജീവൻ തന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിന് ജീവിതം തന്നു എന്നൊരു ചോദ്യമുണ്ട്. ജീവിതത്തിന്റെ പോസിബിലിറ്റി വലുതാവുന്നത് ജീവൻ എത്ര വലുതാണ് നമ്മൾ അറിയുകയാണ്. ജീവൻ എത്ര വലുതാന്ന് നമ്മൾ എപ്പോഴാ അറിഞ്ഞത്, ജീവൻ തന്നവൻ എത്ര വലുതാണെന്ന് അറിയുമ്പോഴാണ്. ഇപ്പൊ ലൈഫ് ചെറുതോ വലുതോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമല്ല. ലൈഫ് എത്ര വലുതാക്കിയത് നമുക്ക് മാറ്റാം. ലൈഫിന് നമുക്ക് എത്ര വിശാലതയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് എപ്പോഴാ പറ്റുന്നത്, ജീവനെ കുറിച്ചും ജീവൻ തന്നവനെ കുറിച്ചും അതിന്റെ വലിപ്പവും അതിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ നമ്മൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളുടെ പല രൂപത്തിൽ വന്നു പോകും. അപ്പോഴാണ് റൂമി പറയുന്നത്, നിങ്ങളിലേക്ക് വരുന്ന ഓരോ മനുഷ്യരും ഓരോ അനുഭവങ്ങളും, എന്തിലേറെ പറയുന്നു ഓരോ ചിന്തകൾ പോലും നിങ്ങളെ നിങ്ങളുടെ സ്രോതസ്സിലേക്ക് അടുപ്പിക്കാനുള്ള, ആകർഷിക്കാനുള്ള പല പല രൂപേണയുള്ള മെസ്സേജുകളാണ്. ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ കത്ത് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്കുള്ള ഇൻവിറ്റേഷൻ ആണ്. എങ്ങോട്ടുള്ള ഇൻവിറ്റേഷന്, വീട്ടിലേക്കുള്ള ഇൻവിറ്റേഷൻ, വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഇൻവിറ്റേഷൻ, സ്രോതസ്സിലേക്ക് തിരിച്ചു വരാനുള്ള ഇൻവിറ്റേഷൻ. അപ്പോഴാണ് ഞാൻ ആരാട്, എന്താണ് എന്റെ പൊട്ടൻഷ്യൽ, ഇതൊക്കെ കണ്ടെത്തണം എന്ന് ഒരാൾക്കൊരു തോന്നലുണ്ടാവല്. ഈ സത്യത്തിലേക്കുള്ള അന്വേഷണ യാത്രയിലേക്ക് ഒരാൾ കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രകടമാകുന്ന ചില ബോണസുകളൊക്കെയാണ് ഈ പറയുന്ന ഈ ലോ ഓഫ് അട്രാക്ഷനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റാം. ആ വഴിയെ പോയവർക്ക് അതിനെ പലതും വീണ് കിട്ടിയപ്പോൾ ആ വീണ് കിട്ടിയ കാര്യങ്ങളിൽ കണ്ണ് നട്ടുകൊണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമല്ലേ എന്ന് കരുതിയിട്ട് ആ വഴിയെ പോയവരുടെ മാനസിക അവസ്ഥ എന്താണെന്നറിയാതെ അവരുടെ പുറത്തുള്ള ഭൗതിക തലത്തിൽ അവർക്ക് എത്ര നേട്ടം ഉണ്ടായിരുന്നു നോക്കിയിട്ട് ആ നേട്ടത്തിൽ മാത്രം കണ്ണ് വെച്ചുകൊണ്ട് ആ വഴിയെ പോകുന്ന ആൾക്കാര് ലക്ഷ്യം തന്നെ വേറെയാണ്. പലപ്പോഴും ആകർഷണ നിയമം എന്ന് പറഞ്ഞ് ആകർഷിക്കാം എന്ന് പറഞ്ഞ് എന്തും നേടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ഈ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ബെനിഫിറ്റും എനിക്ക് കിട്ടുമെന്ന് കരുതി പോകുന്ന സമയത്ത് ആക്ച്വലി ഈ ഫീച്ചറും അഡ്വാൻറ്റേജും ബെനിഫിറ്റും ഒക്കെ എപ്പോഴാണ് എല്ലാ തലത്തിലും നമുക്ക് പൂർണ്ണ തലത്തിൽ അലൈൻഡ് ആയിട്ട് കിട്ടാൻ നോക്കുമ്പോൾ ആ സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യം നേടാൻ, ഇന്ന കാര്യം നേടിയെടുക്കാൻ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. എന്ത് ആഗ്രഹിക്കുമ്പോഴാണോ എല്ലാം ലഭിക്കുന്നത് അത് നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങണം. ഇതിനെപ്പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കേണ്ടത് ആവശ്യമുള്ളതുകൊണ്ടാണ്. എന്ത് ആഗ്രഹിക്കുമ്പോഴാണോ നമ്മൾക്ക് ആഗ്രഹിച്ചതെല്ലാം കിട്ടുന്നത്, എന്നാൽ അതിനെ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ എന്ത് ആഗ്രഹിക്കുമ്പോഴാണോ എല്ലാം കിട്ടുക, അതിനെ നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുമ്പോഴേക്ക് മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളും മരിച്ചു പോയിട്ടുണ്ടായിരിക്കും, മറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, അതൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് റൂമി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റൂമി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആഗ്രഹിച്ചത് മുതൽ എൻ്റെ മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളും മാഞ്ഞുപോയി, എല്ലാ ആഗ്രഹങ്ങളും മാഞ്ഞുപോയി. എത്ര രസമാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. റൂമി അതൊരു കവിതയിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കവിതയിലൂടെ റൂമി എല്ലാ ആഗ്രഹങ്ങളെയും ദഹിപ്പിച്ച് കളയുന്ന, എല്ലാ ദാഹങ്ങളെയും തീർത്ത് കളയുന്ന, ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാഹമില്ലാത്ത, ഒരിക്കലും ദാഹമില്ലാത്ത ദൈവിക പാനീയം, സ്വർഗത്തിലെ പാനീയം അല്ലെങ്കിൽ അമൃത്, അതുമല്ലെങ്കിൽ ഹൗദുൽ കൗസർ എന്നൊക്കെ പറയുന്നത് പോലെ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും ദാഹമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നു. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ട സെൽഫ് ആക്ച്വലൈസേഷന്റെ മീതെ ആ പോയിന്റിൽ എത്തിച്ചേരുന്ന ആഗ്രഹത്തെ പറ്റിയിട്ടാണ് റൂബി പറയുന്നത്. എന്തോ ഒന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മറഞ്ഞു പോയിട്ടുള്ള. അതിനർത്ഥം പിന്നീട് ഒരു ആഗ്രഹവും ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല. ആഗ്രഹിക്കാം, ആഗ്രഹങ്ങൾ വരാം, പക്ഷെ ഒരിക്കലും നമ്മൾ അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കില്ല. അതുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റൂ, അതില്ലാണ്ട് എനിക്ക് ഒരിക്കലും പറ്റൂല എന്നുള്ള ശാഠ്യത്തിലേക്കോ നിർബന്ധ ബുദ്ധിയിലേക്കോ നമ്മൾ എത്താതെ ലൈഫിനെ നമ്മളൊരു ഒഴുക്കിലേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങൾ നടന്നു വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ,
എന്ത് ആഗ്രഹിച്ചാലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തും ആഗ്രഹിക്കൂല എന്നുള്ളതാണ് വാസ്തവം. എന്താണോ ആഗ്രഹിക്കേണ്ടത് അതേ ആഗ്രഹിക്കും. എന്തും ആഗ്രഹിക്കുക എന്നതും എന്താണോ ആഗ്രഹിക്കേണ്ടത് അതേ ഞാൻ ആഗ്രഹമായിട്ട് സ്വീകരിക്കുന്നുള്ളൂ എന്ന അവസ്ഥയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താണോ ആഗ്രഹിക്കേണ്ടത് അത് ആഗ്രഹിച്ച് അത് ഇങ്ങനെ ചെയ്തെടുത്ത് പോകുന്ന ആൾക്കാരെ പുറത്തു നിന്ന് നിരീക്ഷിക്കുമ്പോൾ നമ്മൾ അവരെ ഏത് അവസ്ഥയിൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവര് എങ്ങനെയാണ് ഇത് നേടിയെടുക്കണം, അവരെ സൈക്കോളജിക്കൽ ലേയേഴ്സ് എന്തൊക്കെയാണ്, അവരെ ഇമോഷണൽ സ്റ്റേറ്റ് എന്തൊക്കെയാണ്, അവരെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അവരുടെ ജിയോഗ്രഫി എങ്ങനെയാണ്, അവരെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവരെ സോഷ്യൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അവർ പറയുന്ന ഫിലോസഫീസ് എന്തൊക്കെയാണ്, അവരെ ഇൻസ്പയർ ചെയ്തത് എന്താണ്, അവരുടെ മോഡൽസ് എന്താണ്, ഇത് മൊത്തത്തിൽ നമ്മൾ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആയിരക്കണക്കിന് റെഫറൻസുകൾ കിട്ടും. ഇഫ് യു ഗോ ടു ദ യൂട്യൂബ് യു ക്യാൻ സീ തൗസൻഡ്സ് ഓർ 10,000s ഓഫ് മെത്തേഡ്സ് ടു മാനിഫെസ്റ്റ് യുവർ ഡിസയേഴ്സ്. ഇതിൽ നിന്ന് ഏത് നമ്മൾ പിക്ക് ചെയ്യുന്നുള്ളതാണ്. There are different strategies. So the strategies will change, the histories will change, the methodologies will change, the psychological processing will change, everything may change. ഇതൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ വ്യത്യസ്തമല്ലാതിരിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കേണ്ടത്. ഫോർ എൻ എക്സാമ്പിൾ, ശ്രീ ബുദ്ധൻ ജീവിച്ചത് ഒരു കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി ജീവിച്ചത് വേറൊരു കാലഘട്ടത്തിൽ. അതുപോലെ നമ്മൾ കുറെ ചരിത്ര പുരുഷന്മാരെ, സാമൂഹിക പരിഷ്കർത്താക്കളെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാസ്റ്റേർലി ലെവലിലുള്ള ആൾക്കാരെ, ഇവരൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ കാലഘട്ടവും സാഹചര്യവും ഒക്കെ വ്യത്യസ്തമാണെങ്കിൽ കൂടി, ചിലപ്പോൾ അവരുടെ ആചാരങ്ങൾ പോലും വ്യത്യസ്തമാണെങ്കിൽ കൂടി, അവരൊക്കെ പറഞ്ഞു വെച്ചതിൽ ചില സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എൻ എക്സാമ്പിൾ, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. ഒരു മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. അവൻ എന്ത് ചിന്തിക്കുന്നുവോ അവൻ അതായിട്ട് മാറുന്നു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം, കമ്മിങ് ടു ശ്രീ ബുദ്ധൻ, ബുദ്ധൻ പറഞ്ഞിരിക്കുന്നു, വാട്ട് യു തിങ്ക് യു ബിക്കം. നീ എന്ത് ചിന്തിക്കുന്നുവോ അതായിട്ട് നീ മാറിയിരിക്കും. നീ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ട് നീ മാറിയിരിക്കും. ഇങ്ങനെ ചരിത്രത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ആൾക്കാരുണ്ട്. ഓരോരുത്തരും നമ്മൾ എടുത്തെടുത്ത് പോയി നോക്കി കഴിഞ്ഞാല് ഇവരൊക്കെ വ്യത്യസ്ത സാഹചര്യത്തിൽ ഇവരെ വിജയത്തിന്റെ രഹസ്യം നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേറെ രഹസ്യങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. അവർക്ക് പോലും അറിയാത്ത രഹസ്യം നമ്മൾ കണ്ടെത്തും. സയൻസ് എപ്പോഴും കണ്ടെത്താറുള്ളത്, ശ്രമിക്കാറുള്ളത് ഓരോന്നിനും പിറകിലുള്ള കോൺഫിഗറേഷൻ എന്താണ്, ഓരോന്നിനും പിറകിൽ എന്താ വർക്കൗട്ട് ചെയ്തതല്ല. സയൻസ് അത് റിവീൽ ചെയ്യുമ്പോൾ പോലും അത് ചെയ്ത ആളുകൾക്ക് അവർ അതാ ചെയ്തത്, അങ്ങനെ ചെയ്തതെന്ന് അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് രസം. ഒരു കവിത എഴുതുന്ന സമയത്ത് കവിത രചന സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചേർന്നിരുന്നിട്ട് ആ ഒഴുക്കിൽ ഇങ്ങനെ എഴുതി പോവാണ്. അവരെഴുതി കഴിഞ്ഞിട്ട് അവരാ കവിതയെ സൊസൈറ്റിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാല്, ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാല്, സമൂഹത്തിലേക്ക് അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല്, പിന്നെ സമൂഹം അതിന് നിരൂപണം കൊടുത്തു വരുമ്പോഴേക്ക്, അർത്ഥ തലങ്ങൾ കൊടുത്തു വരുമ്പോഴേക്ക് കവി ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ എന്ന രീതിയിൽ കവി ഉദ്ദേശിക്കാത്ത അർത്ഥ തലങ്ങൾ പോലും കവിയെ വായിച്ചവർ അവരുടെ ഉദ്ദേശത്തിൽ നിന്നും കവി ഇതാണ് ഉദ്ദേശിച്ചത് എന്ന രൂപേണ ഇങ്ങനെ പറയാൻ തുടങ്ങും, വിവരിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരിക്ക് തന്നെ, ഒരു കവിതക്ക് തന്നെ ഇഷ്ടംപോലെ അർത്ഥ തലങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയാണ്. ഞാൻ പറയുന്നത്, ഈ അർത്ഥ തലങ്ങളെ നമ്മൾ നോക്കിയിട്ട് അത് ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഉദ്ദേശ തലങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെയാണ് പലപ്പോഴും വിജയിച്ച ആൾക്കാരെ പഠിക്കുമ്പം ഓരോരുത്തർക്കും ഓരോന്നും പറയണത്. ഇപ്പം ഞാൻ പല ആഴ്ചകളായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഈ സെഷനിൽ പോയി കഴിഞ്ഞ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്ത തലങ്ങൾ വരെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗൈഡ് അങ്ങനെ കൂടിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന രീതിയിൽ പല 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 രൂപേണ ഇതിന് അർത്ഥ തലങ്ങൾ കൊടുത്തു പോകുന്നുണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. ഒരു ആർട്ട് സംഭവിക്കുന്നിടത്ത്, ഒരു ആർട്ടിസ്ട്രി സംഭവിക്കുന്നിടത്ത് അതിന് ഒരു അർത്ഥമല്ല, മൾട്ടിപ്പിൾ മീനിങ്ങുകൾ, മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരിക്കും. വേദം നിങ്ങൾ കണ്ടില്ലേ? വേദത്തിലെ ഒരു വരിക്ക് തന്നെ എത്രയോ ഗ്രന്ഥങ്ങൾ വിശദീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഗ്രന്ഥങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഒരാൾ ഒരു വിജയതലത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് അയാൾ വിജയിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ നമുക്ക് മാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാച്ചിങ് ആക്കുന്ന കാരണങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അവരെ വിജയിപ്പിച്ച അവസ്ഥ ഏതാണോ ആ അവസ്ഥയിലേക്ക് ആ കാരണം എത്തിക്കുന്നുണ്ടെങ്കിൽ ആ കാരണം നമ്മൾ ചൂസ് ചെയ്തത് നല്ലതാണ്.
പക്ഷെ അവരെ വിജയിപ്പിച്ച അവസ്ഥയിലേക്ക് നമ്മൾ അവരിൽ കണ്ട ശീലങ്ങളോ മോഡലുകളോ ശൈലികളോ അവരെ അതിലേക്ക് എത്തിച്ച അവസ്ഥയിലേക്ക് അത് നമ്മൾ കൊണ്ടുപോക്കുന്നില്ലെങ്കിൽ ആ കാരണം കൊണ്ട് ഒരു കാര്യമില്ല. ഉദാഹരണത്തിന് രാവിലെ നേരത്തെ എണീക്കുന്ന ആളുകളൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. രാവിലെ നേരത്തെ എണീക്കുന്നവരൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പം എത്രയോ ആൾക്കാരുണ്ടായിരിക്കും രാവിലെ നേരത്തെ എണീക്കുന്ന വർഷങ്ങളായിട്ട് എണീക്കുന്നത്, പക്ഷെ ഇപ്പോഴും സക്സസ് ആവാത്ത ആൾക്കാരുണ്ട്. എന്നാൽ വേറെ ചില ആൾക്കാർ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അവര് വളരെ വൈകി എണീക്കുന്ന ആൾക്കാരാണ്, അവരും സക്സസ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ നേരത്തെ എണീറ്റാൽ സാധ്യത കൂടുതലാണ് വെച്ചാൽ സാധ്യത കൂടുതലാണ്, പക്ഷെ നേരത്തെ എണീറ്റത് കൊണ്ട് മാത്രമായില്ല. ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചാൽ സ്വർഗത്തിലെത്താം എന്ന് പറയുന്ന ഘട്ടത്തില് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചത് കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തണമെന്ന് ഒരു നിർബന്ധവും. നിങ്ങൾ മനുഷ്യരോടുള്ള കർമ്മങ്ങൾ കടമകൾ കറക്റ്റ് നിറവേറ്റിയിട്ടുണ്ടോ? തബരീസി പറയുന്നുണ്ട്, റൂമിയുടെ ഗുരു തബരീസി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എത്ര വലിയ ആരാധനകൾ ചെയ്തിട്ടും കാര്യമില്ല, ഒരു മനുഷ്യന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആരാധനാ കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനുഷ്യരോട് കാരുണ്യം തോന്നും, മനുഷ്യരോട് പുറത്തു കൊടുക്കാൻ തോന്നും, വിട്ടുകൊടുക്കാൻ തോന്നും, നിങ്ങളുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാവും. ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആരാധനാ കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഈ പറഞ്ഞു എന്നൊരു പോയിന്റ്, പലപ്പോഴും നമ്മൾ ശൈലികളെയോ ഹാബിറ്റുകളെയോ ശീലങ്ങളെയോ മാത്രം പിന്തുടർന്നിട്ട് കാര്യമില്ല. ആ കവിത എഴുതുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥയിലേക്ക് എത്താനാണ് ഇതൊക്കെ ഇത്രയും വിശദീകരണങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ പല വഴികളുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാൻ പല വഴികളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഏതാണ് ബെറ്റർ, ഇതാണോ ശരി അതാണോ ശരി, ഏതാ നല്ലത്, കുറച്ച് ഒന്ന് ചെയ്ത് നോക്കും. അപ്പയായിട്ട് ഇപ്പുറത്ത് ഒരു സാധനം യൂട്യൂബിലോ ഇൻസ്റ്റയിലോ 3-4 തവണ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ വെറൈറ്റി ഓഫ് സാധനം ഇങ്ങനെ കൊണ്ടുതരും. നമ്മളെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് പാർട്ടും അതേപോലെ തന്നെ ഈ നമ്മളെ സോഷ്യൽ മീഡിയയും ഒരേ ആൽഗോരിതത്തിലാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങളൊരു 3-4 ദിവസം ഒരേ ടൈപ്പ് കോണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ അതേപോലത്തെ കുറേ സാധനം വരിയായിട്ട് വരും. അപ്പൊ പിന്നെ നമ്മൾ ഇതും ശരിയാണ് അതും ശരിയാണ് അപ്പുറത്ത് ശരിയാണ്, മൾട്ടിപ്പിൾ ഡാറ്റകൾ നമുക്ക് വരും. അപ്പൊ വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഞാൻ പറയുന്നു, ഇന്ന് പലർക്കും മാനിഫെസ്റ്റേഷനോ ലോ ഓഫ് അട്രാക്ഷനോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ വർക്കൗട്ട് ആവാതിരിക്കാൻ തരത്തിലുള്ള പ്രധാന കാരണം കുറച്ചുകൂടി ഒന്നുകൂടി ഉയർത്തി പറയാം, പലപ്പോഴും പ്രാർത്ഥനകൾ പോലും ശരിക്ക് അതിനൊരു ഇമ്പാക്ട് കിട്ടാതിരിക്കാനുള്ള കാരണം ഇൻഫർമേഷൻ അത്രക്കും ക്രഷ് ചെയ്തത് കൊണ്ടാണ്. ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് രീതികൾ, പല മെത്തേഡ്, ഒന്ന് ഇത് അപ്പൊ വെറൈറ്റി വരുമ്പം നമ്മളിങ്ങനെ ഈ ഫുഡ് സ്ട്രീറ്റിലൊക്കെ കാര്യം പോരാ, കുറച്ച് ഇത് ടേസ്റ്റ് ചെയ്ത്, കുറച്ച് മറ്റേത് ടേസ്റ്റ് ചെയ്ത്, കുറച്ച് ഇപ്പുറത്തുള്ളത് ടേസ്റ്റ് ചെയ്ത്, ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാന്നുള്ള. അപ്പൊ ഇങ്ങനെ വെറൈറ്റി നമ്മൾ ടേസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് കറക്റ്റ് പോകും നമുക്കറിയില്ല, നമ്മുടെ ഫിറ്റ്നസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. അപ്പൊ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ദർ റിക്വയർസ് സം സോർട്ട് ഓഫ് ഡിസിപ്ലിൻ. എനിക്കറിയാം, നമ്മൾ ഗൈഡഡ് കോഡ് ഒന്നും ചെയ്യാതെ GT മാത്രം എത്രയോ മാസങ്ങളായിട്ട് ഫോളോ ചെയ്തിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ചില ഇമ്പാക്ട് കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. ബിക്കോസ് ദേ വർ സ്ട്രിക്ട്ലി ഫോക്കസ്ഡ് ഓൺ വൺ തിങ് ആൻഡ് അലൈനിങ് വിത്ത് ദ ഡെപ്ത്. വ്യത്യസ്തമായ വഴികളായിരിക്കാം, വ്യത്യസ്തമായ ശൈലികളായിരിക്കാം, പക്ഷെ ഏത് ശൈലികളിലൂടെ പോയാലും അത് സംഭവിക്കുന്ന ആ ആർട്ടിസ്ട്രി സംഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഞാൻ പറയും, പ്രയർ ഒരു ആർട്ടിസ്ട്രിയാണ്. GT 250 ഞാൻ അതിലേക്കാണ് പറയുന്നത്. GT 250 എന്തതിൽ ഡിഫറെന്റ് ആയിട്ട് സംഭവിക്കണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ മൈൻഡിൽ വന്നൊരു പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് ആയിരുന്നു, ഒരു ഇൻറ്റ്യൂട്ടീവ് തോട്ടായിരുന്നു. പ്രയർ പോയട്രി ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളത്. വി ഹാവ് ടു ലേൺ ഹൗ ടു മേക്ക് അവർ പ്രയർ എ പോയം. പ്രയർ പോയട്രി നിങ്ങൾ നോക്കിയേ, പ്രാർത്ഥനകൾ മുഴുവനും ഒരു പോയറ്റിക്കൽ ടച്ചിലുള്ളതാണ്. അതിൽ വല്ലാത്ത പ്രാസഭംഗിയാണ്, ഉപമകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഉപമകളെ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരുപാട് പോയറ്റിക് സ്റ്റൈലിലുള്ള കാവ്യാത്മകമായിട്ടുള്ള കലാത്മകമായിട്ടുള്ള താളാത്മകമായിട്ടുള്ള ഒരു ഒഴുക്കിലാണ് പ്രാർത്ഥനകളൊക്കെ സംവിധാനിച്ചിരിക്കുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ ഭയങ്കര രസമായിരിക്കും. ഈവൻ ഒരാൾക്ക് ദൈവം എത്ര വലിയ കലാകാരനാണ്, എത്ര വലിയ കവിയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതൊരാൾക്കും പ്രാർത്ഥിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമ്മളല്ലേ, കുട്ടികൾക്ക് ചില കാര്യം പഠിക്കാൻ പ്രയാസമാണെങ്കിൽ അവർക്ക് നമ്മൾ പാട്ടാക്കി കൊടുക്കുന്നു അല്ലെ.
അപ്പൊ അതെന്താ അതിന്റെ അർത്ഥം എന്ന് അറിയില്ലെങ്കിൽ കൂടി അതിന്റെ താളവും പ്രാസവും ഒക്കെ അവർ അതിലേക്ക് ഇങ്ങനെ ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര താളാത്മകവും കാവ്യാത്മകവുമായിട്ടാണ് ദൈവം എന്ന കവി അത് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനങ്ങൾ കവിതയ്ക്ക് സമാനമായിട്ടുള്ള ആ കവിതകളെ അല്ലെങ്കിൽ ആ ശകലങ്ങളെ നിങ്ങൾ പാരായണം ചെയ്യുമ്പം ഏറ്റവും കർണപുടങ്ങൾക്ക് പടങ്ങൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ ഡെലിവർ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കവി അരങ്ങിൽ എങ്ങനെയാണോ കവിതകളെ കൊണ്ട് ആളുകളെ അതിന്റെ ഒരു ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും എത്തിച്ചിട്ട് അതിന്റെ ഒരു അനുഭൂതിയിലേക്ക് എത്തിക്കുന്നത്, ആ അവസ്ഥയിൽ മാത്രം നിങ്ങൾ ദൈവത്തിന്റെ വരികളെ, ദൈവത്തിന്റെ വചനങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പം ദൈവത്തിന്റെ വചനങ്ങളാണല്ലോ പ്രാർത്ഥനകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ദൈവത്തിനോട് എങ്ങനെ ചോദിക്കണമെന്ന് ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്താണ് വേദം എന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യരോട് ഇങ്ങോട്ട് സംസാരിക്കലാണ് വേദം. എന്നിട്ട് ദൈവം മനുഷ്യരോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന അതേ വരികൾ എടുത്തിട്ട് നമ്മളോട് ദൈവത്തോട് അങ്ങോട്ടും ചോദിക്കാൻ വേണ്ടി പറയാം. എന്തുകൊണ്ടായിരിക്കാം അത്തരം ഒരു ശൈലി ഉണ്ടാക്കി വെച്ചത്? കാരണം ദൈവം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഒന്നാണെന്ന്. ഞാൻ നിന്നോട് പറയുന്നതും നീ എന്നോട് പറയുന്നതും ഒന്നാകുന്നിടത്താണ് ഒന്നുമില്ലാത്തവനായ നിന്നെ എല്ലാം ഉള്ളവനാക്കി എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റാം. നീ ഒന്നുമില്ലാത്തവനാകാം, ഞാൻ എല്ലാം ഉള്ളവനാണ്. അപ്പോൾ എല്ലാം ഉള്ളവനായ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ, ഞാൻ നിന്നിലേക്ക് ചില വചനങ്ങൾ ഇറക്കി തരുമ്പോൾ നീ എന്നോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്. എത്ര വലിയ ആദരവാണ്, എത്ര വലിയ ഡിഗ്നിറ്റിയാണ്, എത്ര വലിയ റെസ്പെക്റ്റ് ആണ് ഓരോ മനുഷ്യനും ദൈവം തന്നിരിക്കണമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? വേദം മനുഷ്യരോട് സംസാരിക്കാമെന്ന് പറയുന്നു. അപ്പം ആ സംസാരങ്ങളൊക്കെ എടുത്ത് തന്നെ നമ്മൾ ദൈവത്തോട് അങ്ങോട്ടും സംസാരിക്കണത്. അപ്പൊ എത്ര വലിയ സ്ഥാനമാണ് മനുഷ്യന് ദൈവം തന്നിരിക്കണത്. ഏതായാലും അപ്പൊ 250th GT എന്ത് ഏറ്റവും യുണീക്ക് ആയിട്ട് എന്ത് സംഭവിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള പോയറ്റിക് ആയിട്ടുള്ള പോയറ്റിക് പ്രയർ എന്ന് പറയുന്ന ഒരു സംഭവം. ഞാനിപ്പോ സീക്കേഴ്സ് മെന്ററിങ് എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണ യാത്രക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാം, അതിന്റെ പ്രോഗ്രാം ഒന്നും ഞാൻ വിളിക്കുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അപ്പൊ ജനുവരിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത സംഭവമാണ്. അപ്പോ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഏറ്റവും എക്സെപ്ഷൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പാർട്ടാണ് എങ്ങനെ പോയട്രിയെ നമുക്ക് പ്രയർ ആക്കി മാറ്റാം, പോയട്രിയെ നമുക്ക് ഇങ്ങനെ മാനിഫെസ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ മാനിഫെസ്റ്റേഷനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ ആദ്യം മുന്നിൽ എടുത്തു വെക്കുന്ന ഒരു വരിയാണ് റൂമിയുടെ വാട്ട് യു സീക്കിങ് യു, അല്ലെ? വാട്ട് യു സീക്കിങ് യു, നീ എന്തിനെ തേടുന്നു അത് നിന്നെയും തേടുന്നു. എന്തുകൊണ്ട് അത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള കാരണം അതിസങ്കീർണമായ ഐഡിയ ഒരാളുടെ തലയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കയറാൻ ഈ ഒരൊറ്റ വരി മതി. വാട്ട് യു സീക്കിങ് യു, ഇതാണ്. അത് കാണുമ്പോൾ തന്നെ എന്തോന്ന് കൊളുത്തി, എന്തോന്ന് കണക്റ്റായി. അതാണ് പ്രയറിന്റെ പവർ. ചിന്തിച്ചു നോക്കിയേ, അതാണ് പോയത്തിന്റെ പവർ. പോയറ്റിക് സ്റ്റേറ്റിന്റെ പവർ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥ ഏതാ നോക്കി കഴിഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പോയറ്റിക് സ്റ്റേറ്റിലായിരിക്കണം. ദൈവത്തെ അറിഞ്ഞവരൊക്കെ ദൈവത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പം, അറിഞ്ഞ അവസ്ഥയെ പറ്റി പറഞ്ഞപ്പം അത് കവിതയായിട്ടേ വന്നിട്ടുള്ളൂ. കവിതയായിട്ട് എല്ലാവരും ഒരിക്കലും അത് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് അത് ആർട്ടായിട്ടേ അത് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ എപ്പോഴാണോ നമ്മളുടെ അകത്തുള്ള ദൈവത്തോടുള്ള സംസാരങ്ങൾ, പ്രാർത്ഥനകൾ, ആ ഒരു ശൈലി എപ്പോഴാണോ അതിനൊരു പോയറ്റിക് എലമെന്റ് വരുന്നത്, അപ്പോഴാണ് അവന്റെ റൈറ്റ് ബ്രെയിന് അതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. അവന്റെ റൈറ്റ് ബ്രെയിന് കൂടി അതിൽ പങ്കെടുക്കുന്നത്. ലെഫ്റ്റ് ബ്രെയിനിൽ കുറെ ചോദ്യങ്ങളാണ്, യുക്തി സഹജമായിട്ടുള്ള ലോജിക്കിൽ നിന്നിട്ടുള്ള കുറെ ചോദ്യങ്ങളെ വന്നുകൊണ്ടിരിക്കാം. എങ്ങനെയാണ് ഞാനിത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പോണത്, ഇതിന് എന്തൊക്കെ റിസോഴ്സസ് വേണം, അതിന് ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, അതിന് ഞാൻ എന്തൊക്കെ സെറ്റ് ചെയ്തിരിക്കണം, എന്റെ കയ്യിൽ ഇല്ലാത്തത് എന്തൊക്കെയാണ്, അതെനിക്ക് എവിടുന്നാണ് കിട്ടുക, ആരിലൂടെയാണ് ഇത് വരാ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഹൗ എലമെന്റുകളും നിറഞ്ഞിരിക്കുന്നിടമാണ് ലെഫ്റ്റ് ബ്രെയിൻ. പക്ഷെ ദൈവം പറഞ്ഞെന്താണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തീരുമാനിച്ചുറപ്പിച്ച് നിങ്ങൾ എന്നിലേക്ക് ഭരമേൽപ്പിക്കുക. ഈ ഭരമേൽപ്പിക്കാൻ പറ്റാത്ത രൂപേണ അത്രയും വലിയ ഭാരമാക്കിയിട്ട് അതിനെ കൊണ്ടു നടക്കുന്നത് നമ്മളെ ലെഫ്റ്റ് ബ്രെയിനാണ്. കാരണം ലെഫ്റ്റ് ബ്രെയിനിന്റെ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ തന്നെ നടത്തേണ്ട സാധനമാണ്, ഞാൻ തന്നെ നടത്തേണ്ട സാധനമാണ്. അതുകൊണ്ട് അതിനെ യുക്തിക്ക് ചേർന്ന കുറെ സംഭവങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. എന്നാൽ ആ ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ടാക്കി വെക്കുന്ന ഭാരങ്ങളെ ഭരമേൽപ്പിക്കലാക്കി മാറ്റുക എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത് റൈറ്റ് ബ്രെയിനിലാണ്.
റൈറ്റ് ബ്രെയിൻ ഇമാജിനറി ആണ്, ക്രിയേറ്റീവ് ആണ്, പോയറ്റിക് ആണ്. അപ്പോൾ റൈറ്റ് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നതാണ്. എന്നാൽ ചോദ്യം എത്രയേ ഉള്ളൂ, അപ്പൊ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒന്നിച്ചാലോ? ആ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒന്നിക്കുക, അതായത് ഒരുമിച്ചിട്ട് അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ നല്ല മാത്തമാറ്റീഷ്യനാണ്. നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ല സയന്റിസ്റ്റ് ആണ്, ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും ആക്റ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ഒക്കെയാണ്, നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ എഞ്ചിനീയറുടെ, ആ സയന്റിസ്റ്റിന്റെ, ആ മാത്തമാറ്റീഷ്യന്റെ റൈറ്റ് ബ്രെയിനും കൂടി ആക്റ്റീവ് ആണെങ്കിൽ ആ സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറികളെ ആ സയന്റിസ്റ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്കതൊരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള തിയറി ആയിട്ടുള്ള തോന്നാം. നമ്മൾ അതിന്റെയൊക്കെ ഫാൻ ആയിട്ട് മാറും. ബിക്കോസ് ഹീസ് എൻ ആർട്ടിസ്റ്റ് ടു. അയാൾ ഒരു ആർട്ടിസ്റ്റ് കൂടി ആയിട്ട് മാറുന്നുണ്ടെന്നല്ല. പലപ്പോഴും ജീനിയസുകളായിട്ടുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവരെ ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ട് മനസ്സിലാക്കിയ സാധനങ്ങളെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്തോ വലിയ സാധനങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കണത്. ബിക്കോസ് അവർ അത്രമാത്രം ലെഫ്റ്റ് ഓറിയന്റിൽ ഡീപ് 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 ഡെപ്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ എപ്പോഴാണ് ഒരു ജീനിയസ് ഉണ്ടാക്കുന്നത് ചോദിക്കുന്നതിന് ഉത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സിമ്പിൾ ആക്കി കൊടുക്കാന്നല്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സിമ്പിൾ ആക്കാനല്ലേ കവിതകൾ എഴുതിയത്? നിങ്ങൾ പോയി നോക്കിയ പല കവിതകൾ എടുത്ത് നോക്കിയാൽ അതിസങ്കീർണമായ ശാസ്ത്ര രഹസ്യങ്ങളെ, പ്രപഞ്ച രഹസ്യങ്ങളെ കവിതാ ശകലത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു വിവരിക്കാം. അതുകൊണ്ട് തന്നെയല്ലേ ഏറ്റവും സങ്കീർണമായി കിടക്കുന്ന ദൈവം എന്ന് പറയുന്ന സത്യവും ദൈവ സംവിധാനിച്ചിരിക്കുന്ന ലോകത്തിന്റെ അതിസങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള എല്ലാ രഹസ്യങ്ങളെയും എന്തുകൊണ്ടായിരിക്കാം കാവ്യരൂപേണ പദ്യഗദ്യ പാരായണ ശൈലിയിലൂടെ മാത്രം ദൈവം സംസാരിച്ചത്? അത് റൈറ്റ് ബ്രെയിനിന്റെ തലത്തിലൂടെ കിട്ടുമ്പോൾ എത്ര സങ്കീർണമായതും എളുപ്പമാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ രൂപത്തിൽ ലെഫ്റ്റ് ബ്രെയിന് പ്രാർത്ഥിക്കാൻ എന്നതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും തയ്യാറായിട്ടിരിക്കുന്ന ബ്രെയിനാണ്. പക്ഷെ ലെഫ്റ്റ് ബ്രെയിന് മാത്രം ലോജിക്കൽ സെൻസ് മാത്രം ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. ആ വർക്കിംഗ് ഈസി ആക്കലാണ് റൈറ്റ് ബ്രെയിൻ അതിലേക്ക് വരുമ്പോൾ. അപ്പോഴാണ് കവിതകൾ, എന്തുകൊണ്ടാണ് പടപ്പാട്ടുകൾ ഉണ്ടായത്? പടപ്പാട്ടുകൾ അല്ലെങ്കിൽ സമര ഗാനങ്ങൾ ഉണ്ടായത്. അപ്പോൾ വരിക വരിക സഹചരെ എന്നൊക്കെയുള്ള വരികൾ ഇങ്ങനെ വന്നപ്പോഴേക്ക് കൂടിയിട്ട് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ സ്വതന്ത്ര സമര ഘട്ടത്തിലൊക്കെ പല കവികളും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകൾക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് കവിതകൾ എഴുതി. ആ കവിതകൾ വന്നതോട് കൂടിയിട്ട് അവർക്ക് സമരത്തിന് ഊർജം കിട്ടാണ്. ഫബി ഐ ആല റബ്ബിക്കുമാ തുകദ്ദിബാൻ, വിച്ച് ഓഫ് ദ ഫേവേഴ്സ് ഓഫ് യുവർ ലോർഡ് വിൽ യു ഡിനൈ എന്ന് ചോദിക്കുമ്പോഴേക്ക് ലെഫ്റ്റ് ബ്രെയിനിലുള്ള ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾക്ക് ഒറ്റ ഉത്തരം കിട്ടാം. ഞാനിതാ ജീവിതം അവസാനിപ്പിക്കാൻ പോണ്, ഹൗ ഐ വിൽ ലിവ് എന്ന് ചിന്തിച്ചിട്ട് ഒരു ഉത്തരം കാണാതെ ആയിരക്കണക്കിന് ചലഞ്ചുകൾ മാത്രം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഏതോ ഒരൊറ്റ വരി കണ്ടപ്പോൾ അയാളുടെ ചിന്തകൾ മൊത്തം മാറിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ നമ്മുടെ റൈറ്റ് ബ്രെയിൻ, നമ്മുടെ പോയറ്റിക്, ആർട്ടിസ്റ്റിക്, ഹാർട്ട് ഓറിയന്റഡ്, ഇൻസൈറ്റ് സ്റ്റേറ്റ് കിടക്കുന്ന, ഇൻറ്റ്യൂഷൻസിന്റെ കേന്ദ്രമായി കിടക്കുന്ന ഹൃദയ തലം ഉണരുന്നത്, അതിനെ ഉണർത്താനുള്ള കെൽപ്പ് പ്രാർത്ഥനകൾക്കുണ്ട് എന്ന് പറയുന്നു. ആ പ്രാർത്ഥനയുടെ തലം ഏതാണ്? ഇറ്റ് ആക്ടിവേറ്റ്സ് യുവർ റൈറ്റ് പാർട്ട്. അവിടെ ഹൗ എന്നതിനല്ല ഇമ്പോർട്ടൻസ് എടുക്കുന്നത്, അവിടെ എടുക്കുന്നത് വൈ എന്നതിന് മാത്രമാണ്. മാത്രമാണ്. അപ്പം കവികളൊക്കെ പലപ്പോഴും പ്രണയ കവികൾ അല്ലെങ്കിൽ മിസ്റ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തെ വിഷയമാക്കിയിട്ട് റൊമാൻറ്റിക് പോയിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരെന്തുകൊണ്ട് പോയം എഴുതുന്നു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നിന്നെ സ്നേഹിക്കണം എന്ന് എനിക്ക് അറിയൂല, വഴിമുട്ടി കിടക്കാം. എങ്ങനെ സ്നേഹിക്കണം നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി കിടക്കാണ്, അത്രമാത്രം ഉയർന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പം എന്തിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനുള്ള ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ആദ്യം തന്നെ തുടങ്ങിയത് എങ്ങനെ, നിന്നെ എന്തിനാ സ്നേഹിക്കണത് എന്നതിന് എനിക്കൊരു ഉത്തരവും ഇല്ല. നിന്നെ എങ്ങനെ സ്നേഹിക്കണം എന്നതിനും എനിക്കൊരു ഉത്തരമില്ല. ഈ രണ്ട് വരികൾ തന്നെ ലോജിക്കൽ ബ്രെയിനിൽ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നു അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പം അത് നിങ്ങളുടെ റൈറ്റ് ബ്രെയിൻ അതിലേക്ക് വന്നിട്ട് എങ്ങനെ നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയില്ല എന്നത് തന്നെയാണ് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ് എന്ന രൂപേണ റൈറ്റ് ബ്രെയിൻ അതിന് സമാധാനം കൊടുക്കാണ്. ദൈവത്തിന്റെ അനുരാഗത്തിലേക്ക് ചേർന്ന് നിന്ന ആളുകൾക്കൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയുന്നില്ല. പ്രാർത്ഥിക്കാൻ ഇൻ ദ സെൻസ് ഫോർ ദം എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്ന് അറിയുന്നില്ല.
അപ്പൊ ആ നിസ്സഹായാവസ്ഥയിലുള്ള അവരുടെ ഒരു വേദനയുണ്ട്. അതുകൊണ്ടാണ് ഒരു കവിതയൊക്കെ പിറവിയെടുക്കുമ്പം ഒരാൾ കുഞ്ഞിനെ ഡെലിവറി ചെയ്തതിന് സമാനമാണെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു കുഞ്ഞ് പിറക്കുന്നത്, അതിന് സമാനമാണ് ഒരു രചന പിറക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരു കുഞ്ഞ് പിറക്കുക എന്നത് തന്നെ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ, ഒരു കുഞ്ഞ് പിറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രമാത്രം അത് കാവ്യാത്മകമാണ്, അത് അത്രമാത്രം ക്രിയേറ്റീവാണ്. അത് കോ ക്രിയേറ്റീവും റീക്രിയേറ്റീവുമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും വലിയ സ്പേസ് ആണ് വൂപ്പ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോ ആ ഒരു സെയിം സിമിലർ ലെവലിലാണ് ഒരു കവിത ഉണ്ടാക്കുന്നത്, ഒരു പ്രാർത്ഥന ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആലോചിക്കുക, ഒരാളുടെ ഉള്ളിൽ നിന്നും കാവ്യാത്മകമായിട്ടുള്ള പ്രാർത്ഥന എപ്പോഴാ പിറവിയെടുക്കല്? ഞാൻ എങ്ങനെ ഇതൊന്നും രക്ഷപ്പെടുന്നു എനിക്ക് അറിയുന്നില്ല, ആ ഒരു പ്രയാസമാണ്, ആ ഒരു വീർപ്പ് മുട്ടലാണ്. എങ്ങനെ ഞാൻ രക്ഷപ്പെടും? ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം മീനിന്റെ വയറ്റിൽ കുടുങ്ങിയിരിക്കുന്ന പ്രവാചകർ പോലും എങ്ങനെ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ കവിതക്ക് സമാനമായിട്ടുള്ള ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പ്രയർ വരെയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മൾ പല ഭാഷകൾ മാറ്റി വെച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഹൗ എന്നതിൽ ഇങ്ങനെ സ്റ്റക്ക് നിൽക്കുമ്പം അവിടെ റൈറ്റ് ബ്രെയിനിന്റെ പോയറ്റിക് ആയിട്ടുള്ള ഇടപെടലിലൂടെയാണ് എന്നോട് ആരോ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ചെയ്യാൻ എന്നോട് ആരോ നിർദ്ദേശിക്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. ഈ രൂപേണ നമ്മുടെ റൈറ്റ് ബ്രെയിനില് പോയറ്റിക് ആൻഡ് ആർട്ടിസ്റ്റിക് ആസ്പെക്ട്സ് ഉണർന്നിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് പ്രാർത്ഥനയാണോ അത്, അല്ലെങ്കിൽ അത് കവിതയാണോ, അത് കലയാണോ, നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴാണോ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്, ചില ആൾക്കാരല്ലേ എല്ലാവരും ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ അവർക്ക് ഇനി എങ്ങനെ രക്ഷപ്പെടുന്ന അറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ ആ ജോലി തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം എന്നൊരു രൂപേണ ചെയ്യുമ്പം അവരിൽ അതിലൊരു എക്സ്ട്രാ ഡെഡിക്കേഷൻ നമ്മൾ കാണുന്നു. അവരുടെ പ്രയത്നങ്ങൾ പ്രാർത്ഥനയ്ക്ക് സമാനമായ അവസ്ഥയിലേക്കാണ്. അവർക്ക് അറിയുന്നില്ല ഇത് ചെയ്തുകൊണ്ട് ഇപ്പം ഈ ജപ്തി ഒഴിവായി കിട്ടോ, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഉദ്ദേശം തീർത്ത് കിട്ടോ, ഒന്നും അറിയില്ല, ലൈഫ് ഇതോടുകൂടി തീരാൻ പോവാണ് എന്ന അവസ്ഥയിലാണെങ്കിൽ കൂടി എനിക്കിപ്പൊ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രൂപേണ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് അവർ ചെയ്തു തുടങ്ങിയാല് അവരുടെ ലെഫ്റ്റ് ബ്രെയിനിൽ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് ലൈഫ് എത്തുമ്പോഴാണ്. അപ്പൊ എന്തിനാണ് ചില ആൾക്കാരെ വലിയ പ്രതിസന്ധിയിലൂടെ ദൈവം തമ്പുരാൻ കൊണ്ടുപോകുന്നത്? നിങ്ങളിലെ പ്രാർത്ഥനയിലെ കലാകാരനെ, നിങ്ങളിലെ പ്രാർത്ഥനയെ സംഭവിപ്പിക്കുന്ന പോയറ്റിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കലാകാരന്മാർക്ക് കല ഉണർന്നു കിട്ടിയത് അവര് വേദനയുടെ ആഴങ്ങളിലൂടെ പോയപ്പോഴാണ്. വേദനയുടെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ പലർക്കും അത് പല ശൈലികളായിരിക്കും എന്നുള്ളതാണ്. വിഷയങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പല 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 വിഷയങ്ങൾ പറയേണ്ടി വരും. പക്ഷെ അതിനൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ ഉദ്ദേശത്തിലുള്ളൂ നമ്മൾ റൈറ്റ് ബ്രെയിനിന്റെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി എന്നതിനൊക്കെ ഉണർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകൾക്കും ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ ചില സംഭവങ്ങളൊക്കെ ആദ്യഘട്ടത്തിലേക്ക് കേൾക്കുമ്പോൾ അവർക്കൊക്കെ തോന്നല് ഇതൊക്കെ കുറെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങളല്ലേ. ദാറ്റ് മീൻസ് റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്താൽ അത് യാഥാർത്ഥ്യമല്ല എന്നാ കുറെ ആൾക്കാർ തോന്നല്. റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്താൽ അതൊക്കെ ഇപ്പൊ പ്രാക്ടിക്കൽ ആണെന്ന് ചിന്തിക്കുക. ഇമാജിനേഷൻ ഈസ് ദ പ്രിവ്യൂ ഓഫ് ദ അപ്കമിങ് ഫ്യൂച്ചർ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീന്, ലെഫ്റ്റ് ബ്രെയിനിന്റെ ആശാനായിരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഇമാജിനേഷൻ, അങ്ങേർക്ക് റൈറ്റ് ബ്രെയിന് കേവലം ഒരു കവിതയുടെയോ കലയുടെയോ ഒരു ഇടമൊന്നല്ല. അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ബ്രെയിനിന്റെ എല്ലാ നിസ്സഹായ അവസ്ഥകളെയും ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്ന സ്പേസ് ആണ് ഇമാജിനേഷൻ, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് തുടങ്ങിയതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ബ്രെയിനിൽ ഇമാജിനേറ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ലെഫ്റ്റ് ബ്രെയിനിനാണ് റൈറ്റ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുമ്പം അത് ഇമാജിനേറ്റീവ് ആണോ എന്ന് തോന്നി പോകുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ഏതൊരു കാര്യം ഡിസൈൻ തിങ്കിങ്ങിലേക്ക് അടുക്കുമ്പോൾ, എനിക്ക് എന്ത് വേണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ അതിന്റെ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പം അതിന് ഏറ്റവും കളർഫുള്ളും ക്രിയേറ്റീവ് ആക്കിയാൽ മാത്രമേ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളത് പുറത്തേക്ക് വരുമ്പോൾ. അപ്പൊ ഒരു കാര്യത്തിന് എത്രത്തോളം ക്രിയേറ്റീവും കളർഫുള്ളും ആക്കി മാറ്റണമെങ്കിൽ നമ്മുടെ റൈറ്റ് ബ്രെയിനിന്റെ ഇൻഫ്ലുവൻസ് വരണം. അതുകൊണ്ട് തന്നെയാണ് പല ശാസ്ത്രജ്ഞന്മാരും അവർ ലോജിക്കലി അത്ര ഡെപ്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം അവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തി നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവർ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വൈ? ബിക്കോസ് ദേ ഹാവ് ടു കീപ് ദാറ്റ് ഫ്ലോ, ദേ ഹാവ് ടു കീപ് ദാറ്റ് കണക്ഷൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് പാരന്റ്സിന് ക്ലാസ് എടുക്കുമ്പം,
8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളെ കുട്ടികൾ എന്തോ ആയിന്ന് കരുതിയിട്ട് അവരെ നശിപ്പിക്കരുത്. എങ്ങനെ ഇപ്പൊ വലിയ കുട്ടിയെ വലിയ ക്ലാസ്സിലെത്തി ഇനി എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒന്നും വേണ്ട എന്ന് പറയും. അതോടുകൂടി അവരെ റൈറ്റ് ബ്രെയിൻ ഇൻവോൾവ് ആവാനുള്ള കുറെ കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ഇനി പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബുദ്ധിജീവികളാക്കി എടുക്കാനുള്ള പ്രയത്നത്തിലാണ്, പഠിപ്പിസ്റ്റുകളാക്കി എടുക്കാനുള്ള പ്രയത്നത്തിലാണ്. അതോടുകൂടിയിട്ട് ഈ ലെഫ്റ്റ് ബ്രെയിനിൽ പഠിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന അതിസങ്കീർണമായ സാധനങ്ങളാണ്. അതിന് റൈറ്റ് ബ്രെയിൻ കൂടി ഉണ്ടെങ്കിൽ അത് ഈസി ആവും എന്നാണ് പറയുന്നത്. എത്ര ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്, അവർക്ക് പോലും ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. ലെഫ്റ്റ് ബ്രെയിന് പുകഞ്ഞ് 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 ഒരു ഉത്തരവും കിട്ടാണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കായിരിക്കും. അപ്പോഴായിരിക്കും ചിലപ്പോ സ്വപ്നത്തിലൂടെ ഒക്കെ ബെൻസീന്റെ റിങ് കണ്ടെത്തിയതുപോലെ ഇങ്ങനെ സ്വപ്നത്തിലൂടെ ഒക്കെ വർക്ക് ചെയ്യുക. സ്വപ്നത്തിൽ വർക്ക് ചെയ്യാൻ നിങ്ങളുടെ ഇമാജിനേറ്റീവ് റൈറ്റ് ബ്രെയിൻ ആണ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ എപ്പോഴൊക്കെ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിന് ചലഞ്ചുകൾ ഉണ്ടാവണം, അപ്പോഴൊക്കെ രക്ഷകനായിട്ട് എത്തുന്നത് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ആയിരിക്കും, നമ്മുടെ ഇൻസൈറ്റുകളായിരിക്കും, നമ്മളിലെ ക്രിയേറ്റിവിറ്റീസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ പല ആൾക്കാരുടെ പ്രാർത്ഥനകളിലെ പ്രയത്നങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനത്തിന്റെ പ്രയത്നങ്ങളിൽ ലെഫ്റ്റ് ബ്രെയിനും ലോജിക്കും പ്രശ്നങ്ങളും സങ്കീർണതകളും മാത്രം ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഈ സങ്കീർണതകളിൽ പെട്ടു നിൽക്കുന്ന ആൾക്കാരോട് എങ്ങനെയാ പൊതുവെ നമ്മൾ പറയല്, യു ജസ്റ്റ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നീ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ആലോചിച്ച് നോക്കൂ. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. പ്രോബ്ലത്തിന്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഉത്തരം കിട്ടില്ല. പ്രോബ്ലത്തിന്റെ അകത്തിരിക്കുമ്പോൾ യു ആർ ഓൺലി യൂസിങ് യുവർ ലെഫ്റ്റ് ബ്രെയിൻ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ റിച്വൽസോ ഈ കാര്യങ്ങളൊന്നും തന്നെ ലെഫ്റ്റ് ബ്രെയിനിലെ ലോജിക്കൽ ആയിട്ടുള്ള സ്പേസിന്റെ ഉള്ളിൽ മാത്രം പ്രൊസസ് ചെയ്യാനാവരുത്. ലോജിക്കേ വേണ്ടാന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. നിങ്ങളുടെ ലോജിക്കുകൾക്ക്, നിങ്ങളുടെ യുക്തികൾക്ക് അതുപോലും ഉദ്ദേശിക്കുന്നതിന്റെ, അതുപോലും കാണാത്തതിന്റെ, അതിന്റെ അപ്പുറത്തുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള തലങ്ങളെ കൊണ്ട് ചേർത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ യുക്തി സഹജമായ ചിന്തകൾക്ക് മുഴുകാനുള്ള ലയിക്കാനുള്ള, അതിന് ഓപ്പണിങ്സ് കിട്ടാനുള്ള, സപ്പോർട്ടുകൾ കിട്ടാനുള്ള. സോ വി ഹാവ് ടു വർക്ക് ഓൾ ടുഗദർ. സോ പോയറ്റിക് കോഡ് ഓഫ് മാഗ്നറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്തതേ ഉള്ളൂ, എപ്പോഴാണോ നമ്മളിലെ പോയറ്റിക് സ്റ്റേറ്റ് ഓൺ ആവുന്നത്, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും എപ്പോഴാണോ പോയറ്റിക് സ്റ്റേറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, ആ സ്റ്റേറ്റിലാണ് ആക്ച്വലി നമ്മളിലെ മാഗ്നറ്റിക് പവർ കൂടുന്നത്, ഒരാളുടെ ഓറ സ്ട്രോങ് ആവണത്, ഒരാളുടെ കരിസ്മ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത്. ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത തന്നെ ആൾക്കാർ അവരെ റെക്കഗ്നൈസ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത തന്നെ ആൾക്കാർ ആക്ച്വലി അവരെ വന്നിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അതെങ്ങനെയാ സംഭവിക്കണം നമുക്കറിയാം. ഇറ്റ് ഹാപ്പൻസ് നാച്ചുറലി എന്നുള്ളതാണ്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതിന് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് സംതിങ്. നമുക്കൊരു പരിചയമില്ലാത്ത ഒരു കൂട്ടത്തിലേക്ക് പോയാൽ പോലും എന്തെങ്കിലൊക്കെ ചലഞ്ച് ഉള്ള, എന്തെങ്കിലൊക്കെ വിഷയമുള്ളവര് എങ്ങനെയെങ്കിലും തെരഞ്ഞു പിടിച്ചിട്ട് നമ്മുടെ അടുത്ത് തന്നെ എത്തും. വി ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഒരു പരിചയമില്ലാത്ത, ഒരു കണക്ഷനും ഇല്ലാത്ത ചില ആൾക്കാരായിരിക്കും. വൈ ദിസ് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് എ സിക്സ്ത് സെൻസ്. നമുക്ക് എല്ലാവർക്കും ഒരു സിക്സ്ത് സെൻസ് ഉണ്ട്. ആ സിക്സ്ത് സെൻസ് എത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട എന്തോ ഒരു സിക്സ്ത് സെൻസ്. എന്നിട്ട് ആ സിക്സ്ത് സെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും കാണുന്ന ഒരവസ്ഥ. അത് കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക, ക്ലാസ് എടുക്കാൻ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളും ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ല, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ കാര്യമായിട്ടൊരു പോയിന്റ് ഇങ്ങനെ പറയാൻ വേണ്ടി വരുന്ന സമയത്ത്, ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളുടെ ഉള്ളിലുള്ളത് മൊത്തം എന്റെ സിക്സ് സെൻസും ഞാനിങ്ങനെ കാണാം. എന്റെ അന്തർജ്ഞാനം ഒക്കെ ഉപയോഗിച്ച് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുക. പെട്ടെന്ന് എന്റെ ഫോക്കസ് തെറ്റിപ്പോകുന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ കാണുന്ന ആൾക്കാരിലൊക്കെ ഡിപ്പെൻഡന്റ് ആയി പോകും. ഇതെന്താ ഇങ്ങനെ. ഓൾറെഡി നമ്മളിപ്പോ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഫോണിൽ തന്നെ വന്ന് അതെങ്ങനെ ആ ഡോർ എങ്ങനെ അടിക്കാന്നല്ല. ഇങ്ങനെ ആവശ്യമുള്ളത് ഇല്ലാത്തൊക്കെ ഫോൺ ഇങ്ങനെ തുറന്നരാ, ഇത് എന്റെ വീട്ടിലേക്ക് നോക്കൂ, ഇത് എന്റെ പേജിലേക്ക് നോക്കൂ, ഇത് എന്റെ ചാനലിലേക്ക് നോക്കൂ. നമുക്ക് ഒരാവശ്യമിലേക്ക് കൂടി അങ്ങനെ പറയാൻ പാടില്ല. നീ നോക്കിയാൽ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞാൽ എന്ത്, ഞാനിപ്പോ നോക്കേണ്ട ആവശ്യമില്ലാലോ. വഴിയരികിൽ എന്തുണ്ടായി, വഴിയരികിൽ എന്താണ്ടായി, അല്ലെ ഞാൻ ആ വഴിക്കല്ലാതെ പോണേ, ഞാനിതിന്റെ ആ വഴിയരികിൽ പോയി നോക്കേണ്ട ആവശ്യം. ഇതെന്നെ കൂട്ടാൻ നോക്കണതിന്റെ ഇടയിലാണ് നമ്മളിങ്ങനെ എന്തൊക്കെയൊക്കെ പഠിച്ചിട്ട് അതിന്റെ തേർഡ് ഐ ഓപ്പൺ ചെയ്ത് തേർഡ് ഐ ആക്ടിവേഷൻ നടത്തിയിട്ട് മറ്റുള്ളവരുടെ ഉള്ളിലുള്ളത് ഞാൻ ആവാഹിച്ചെടുക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ കൊല്ലണതിന് സമാനമാണ്. അപ്പൊ ആക്ച്വലി അതെല്ലാം നമുക്ക് ആവശ്യം. ഓൾറെഡി ഇൻഫർമേഷൻ അത്രയും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതുമായിട്ട്
ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് വി ഓൾറെഡി ഹാവ് ദാറ്റ് സിക്സ്ത് സെൻസ്. നമ്മൾ 6 ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. ജനിച്ചു വീഴുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ഇന്ദ്രിയങ്ങളെക്കാളും കൂടുതൽ നമ്മുടെ 6ാം ഇന്ദ്രിയമാണ് ഉപയോഗിച്ചത്. 6ാം ഇന്ദ്രിയമാണ് ഉപയോഗിച്ചത്. അമ്മയാണ് എന്ന് പേര് പറഞ്ഞാൽ പോലും അമ്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാത്ത പ്രായത്തിൽ അമ്മയെ ഉമ്മ എത്തും വിളിച്ചിട്ട് ഒരിടം നമുക്ക് കംഫർട്ട് തരുന്നുണ്ടെങ്കിൽ ആ വേറൊരു സെൻസും നമുക്കില്ല. പക്ഷെ കാലടിയിലെ ശബ്ദം അതുപോലും വളർന്നിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത് അമ്മയാന്ന് മനസ്സിലാക്കിയിട്ട് കംഫർട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സെൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഈ 5 ഇന്ദ്രിയങ്ങളും ശരിയായ രൂപേണ ഉപയോഗിച്ച് പഠിക്കുന്നതിന് മുന്നേ നമ്മളിൽ ആകെ ഉണ്ടായത് ഇന്ദ്രിയം 6ാം ഇന്ദ്രിയമായിരുന്നു. യുക്തി ഉണ്ടാക്കുന്നതിന് മുന്നേ ലെഫ്റ്റ് ബ്രെയിൻ, യുക്തി സഹജമായ ബോധം, ശരിയായ രൂപേണ ശരി തെറ്റ്, ഗുണമുള്ളത് ദോഷമുള്ളത്, ധാർമ്മിക ബോധം അധാർമികത എന്നൊക്കെ രീതിയിലേക്ക് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സിക്സ്ത് സെൻസ്. വി ഓൾ ഹാവ് ദാറ്റ്. അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ സിക്സ്ത് സെൻസ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് അതിസങ്കീർണമായിട്ടുള്ള മലയാള ഭാഷ നിങ്ങൾ പഠിച്ചത്. റൈറ്റ്? അത് ഉപയോഗിച്ചുകൊണ്ടാണ്. അത്രക്കും സങ്കീർണമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നല്ല ബുദ്ധിയും യുക്തിയും ഒക്കെ ഉള്ള വലിയൊരു ഇംഗ്ലീഷുകാരൻ, അങ്ങേക്ക് പ്രായം 40ആണ്, 3-4 ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്. അങ്ങേര് വന്നിട്ട് മലയാളം പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്നതും ഒരു ജനിച്ച് വീണ്ടും കുട്ടി മലയാളം പഠിക്കുന്നത് ആർക്കാ കേപ്പബിലിറ്റി കൂടുതൽ? ഈ കുഞ്ഞിനാണ് കേപ്പബിലിറ്റി കൂടുതൽ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നു. അപ്പൊ ആ കുഞ്ഞ് ഉപയോഗിക്കുന്ന സെൻസ് ഏതാണ്? ഇംഗ്ലീഷുകാരൻ ഉപയോഗിക്കുന്ന സെൻസ് ഗ്രാമാറ്റിക്കൽ സെൻസ്, ലാംഗ്വേജ് സെൻസ്, ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി കുത്തി നിറച്ചുകൊണ്ടിരിക്കാന്നല്ല. അതുകൊണ്ട് തന്നെയാണ് പല പഠിപ്പിസ്റ്റുകൾക്കും പറയാനേ അറിയുള്ളൂ, ചെയ്യാൻ അറിയില്ല. ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട് PG ആൻഡ് MPhil ഇൻ ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കും, പറയാൻ അത് കുറച്ച് ചലഞ്ചിങ്. വാട്ട് ഹാപ്പൻഡ്? ബിക്കോസ് ലെഫ്റ്റ് ബ്രെയിൻ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ തന്നെ കറക്റ്റ് ആക്കി വെക്കുക. അവിടെ ഈ അറ്റ് ദ സെയിം ടൈം ഈ ലെഫ്റ്റ് ബ്രെയിനും പ്ലസ് റൈറ്റ് ബ്രെയിനും ഉണ്ടെങ്കിൽ അവരൊരു സയന്റിസ്റ്റ് ആവും. ദേ കോൺട്രിബ്യൂട്ട് മോർ. ആ സിക്സ്ത് സെൻസ് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ A to Z എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആരും കൊണ്ടുവരാത്ത, ആരും കാണാത്ത എന്തെങ്കിലും പുതിയത് നിങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാവണം നമ്മുടെ കുട്ടികളുടെ തലം, അങ്ങനെയാകണം നമ്മുടെ ഓരോരുത്തരുടെയും തലം. അപ്പൊ ഈ റൈറ്റ് ബ്രെയിൻ പാർട്ട് ക്രിയേറ്റിവിറ്റിക്കും ആർട്ടിനും ഇമാജിനേഷനൊക്കെ ഉള്ളതാണ്. നമ്മൾ പല ഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കാം വി ഹാവ് ലെഫ്റ്റ് ബ്രെയിൻ ഫോക്കസ് ഓൺ ദിസ്, റൈറ്റ് ബ്രെയിൻ ഫോക്കസ് ഓൺ ദിസ്. പക്ഷെ റൈറ്റ് ബ്രെയിൻ ഫോക്കസ് ഓൺ ദിസ് എന്നുള്ളത് ലെഫ്റ്റ് ബ്രെയിനിന്റെ ലെവലിലേ മനസ്സിലാക്കിയിട്ടുള്ളൂ. റൈറ്റ് ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. റൈറ്റ് ബ്രെയിൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഇമാജിനേഷൻ, റൈറ്റ് ബ്രെയിൻ ഇസ് ദ സെന്റർ ഓഫ് ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് ഇതെന്നൊക്കെ നമ്മൾ കുറെ പറഞ്ഞു വെക്കുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ? ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ട് മാത്രമേ നമ്മൾ അതിനെ മനസ്സിലാക്കിയുള്ളൂ. എന്നതുകൊണ്ട് അതൊരു തിയറിയാണ്, എക്സാമിന് ചെയ്താനുള്ള സാധനമാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറയാനും കേൾക്കാനുള്ള അവസ്ഥയാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ഓഫ് us have activated and utilized the possibilities of the right brain when it comes to the life. ഇൻ ടേംസ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം നമ്മളാ പറഞ്ഞ ഉയർന്ന തലത്തിലുള്ള യൂണിവേഴ്സൽ അലൈൻമെന്റിൽ പോയിട്ട് പ്രാർത്ഥന സംഭവിക്കുന്ന ഏറ്റവും യൂണിവേഴ്സൽ ലെവലിൽ കിടക്കുന്ന, യൂണിവേഴ്സിന് അപ്പുറത്ത് കിടക്കുന്ന കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അതൊക്കെ താഴെ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ തന്നെ ചെറുതായിട്ട് ആരും കാണാത്ത ഒരു സ്പാർക്ക് ക്രിയേറ്റീവ് സാധനം ഇട്ടിട്ട് അതിൽ ഫസ്റ്റ് വാങ്ങിച്ചെടുക്കുന്ന മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ. സംതിങ് വിച്ച് മേഡ് വെരി ക്രിയേറ്റീവ് എന്നൊരു സാധനം ഉണ്ടല്ലോ. രണ്ടും മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. പലതൊക്കെ ഞാൻ മാനിഫെസ്റ്റേഷൻ പഠിച്ചിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വൈകിട്ട് എത്തുന്നുണ്ട് എന്റെ മലയാളം സാർ വന്നിട്ടാണ്, നാളെ ഒരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്, നാളെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അതിനാണ് പോകണമെന്നാണ്. അപ്പൊ ഞാൻ സാറിന് എങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു കുഴപ്പമില്ല, യു ഹാവ് ടു ഗോ. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു ഗേൾസ് സ്കൂൾ ഉണ്ട്, അവിടെ വെച്ചിട്ട് ആ കോമ്പറ്റീഷൻ നടക്കണം. അപ്പൊ യു ഹാവ് ടു റെപ്രസെന്റ്. അത് പറഞ്ഞപ്പോ ഞാൻ അന്ന് ഈ മൈൻഡ് പവറും പരിപാടിയൊന്നും പഠിക്കാത്തതുകൊണ്ട് ഞാൻ +1 +2 പഠിക്കാൻ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഇൻഫീരിയർ തോട്ടുള്ള ഒരാളാണ്. 10ാം ക്ലാസ് വരെ ഈ ബോയ്സ് ഓൺലിയിൽ മാത്രം പഠിച്ചുകൊണ്ട് മിക്സഡിലൊക്കെ വരുമ്പോൾ തന്നെ എനിക്കൊരു ഒരു ഉൾവലിവൊക്കെ ഉള്ള ഒരു സാധ്യമാണ്. പോരാത്തിന് അന്ന് എൻ്റെ ഒരു കൈ ഒടിഞ്ഞു കിടക്കാം. അപ്പൊ എനിക്ക് ഒടിഞ്ഞ കൈ കൊണ്ടിട്ട് ഗേൾസ് ഹൈസ്കൂളിൽ പോയിട്ട് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോ എനിക്ക് ഉള്ളുന്നൊരു സാധനം ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ നാളത്തെ പരിപാടിക്ക് എന്നാ പറഞ്ഞത്, ഒരു പ്രിപ്പറേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഐ വാസ് ടോട്ടലി സ്റ്റക്ക് ആൻഡ് കൺഫ്യൂസ്ഡ്.
ഇതൊക്കെ എന്റെ മൈൻഡിൽ ഒടിഞ്ഞ കൈ കൊണ്ട് ആ ഗേൾസ് സ്കൂളിൽ പോയിട്ട് കുറെ കുട്ടികളുടെ മുന്നിൽ ഞാൻ കയറി നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ നിൽക്കും, ഇങ്ങനെ കുറെ ചിന്തകൾ വരുന്നുണ്ട്. ഏതായാലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ പോയി കളയാം. യെസ് പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസം ഞാൻ കോമ്പറ്റീഷന് വരുമ്പം ഉച്ചക്കാണ് പ്രോഗ്രാം. ഒരു 12 മണിയോട് കൂടി ഞാൻ വെന്യൂലെത്തി. അപ്പൊ പല പല തരം കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഈ SCRT സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്നതാണ് പോപ്പുലേഷൻ ഡേ. അപ്പൊ ഇവിടെ എത്തിയ സമയത്ത് എന്റെ മൈൻഡിൽ എന്തൊക്കെയാണെങ്കിലും പോകുമ്പോൾ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവല്ലോ, എങ്ങനെയെങ്കിലും ഒരു ഫസ്റ്റ് വാങ്ങിക്കണം. അങ്ങനെ കൊച്ചിട്ടായിരിക്കും നമ്മൾ പോവാ. അപ്പൊ ഫസ്റ്റ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ ഇന്നത്തെ ടേബിൾ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു മാനിഫെസ്റ്റ് ദാറ്റ്. എനിക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എവിടെയോ ഫസ്റ്റ് കിട്ടണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്. ആ ആഗ്രഹം അവിടെ ഉണ്ട്. അപ്പൊ ഈ ആഗ്രഹിച്ച പോലെ അത് നടന്നാൽ നമ്മൾ അറിയും എന്റെ പ്രാർത്ഥന സ്വീകരിച്ചു, അല്ലെങ്കിൽ എന്റെ ആഗ്രഹം പഠിച്ചോ കേട്ടു, എന്റെ ആഗ്രഹം നടന്നു, ഐ മാനിഫെസ്റ്റഡ്. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിലേക്ക്, ഡിസൈർഡ് ഗോളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഓരോന്നും നമ്മൾ ഏത് കാര്യത്തിലാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന്റെ നേച്ചറിനനുസരിച്ച് അതിൽ വേറെ കുറെ പാരാമീറ്റേഴ്സ് കോൺഫിഗറേഷൻ റെഡി ആവേണ്ടതായിട്ടുണ്ട്. ആ റെഡി ആകേണ്ട കോൺഫിഗറേഷൻ കൂടി നമുക്ക് കോൺഫിഗറേഷൻ കറക്റ്റ് ആക്കി തരേണ്ട ആള് നമ്മുടെ റൈറ്റ് ബ്രെയിൻ. അല്ലാണ്ട് പ്രാർത്ഥിക്കൽ മാത്രമല്ല, പ്രാർത്ഥന ശരിയായി കഴിഞ്ഞാൽ പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ വരെ കാണാത്ത പുതിയൊരു ക്രിയേറ്റീവ് ഐഡിയ വരും. അപ്പോൾ കൂടിയാണ് മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആണത്. ആ ക്രിയേറ്റീവ് ഐഡിയ തരുന്നതിലും നിങ്ങളുടെ റൈറ്റ് ബ്രെയിൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം അത്രമാത്രം എന്താ പറയാ, ഈ നമ്മുടെ പരിസരവും നമ്മുടെ വിഷനും അതുപോലെ തന്നെ മുകളിലുള്ളവൻ അത് തരണം എന്ന രീതിയിലേക്ക് അലൈൻ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആക്കാന്നുള്ളത് അത് പ്രാർത്ഥിക്കുന്ന ഘട്ടം. അതിനുശേഷം പ്രയത്നിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ബെനിഫിറ്റ് വരണം. അപ്പോഴേ നമ്മുടെ പ്രാർത്ഥന റെഡിയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. അല്ലാണ്ട് പ്രാർത്ഥിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങാനാ തോന്നുന്നത്. വെരി ഗുഡ്, നിങ്ങളെ റൈറ്റ് ബ്രെയിൻ പ്രാർത്ഥനയിൽ വന്നിട്ടില്ല. പ്രാർത്ഥിച്ചു ഇനിയൊക്കെ റെഡി ആയിക്കോളാം, ഇനി ഒരു പ്രശ്നമില്ല എന്നൊരു സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ എന്നറിയാൻ നടക്കൂല. നിങ്ങൾ അങ്ങനെ എങ്ങാനും കൊതിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ എങ്ങാനും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് ബ്രെയിനും ഒരുമിച്ച് അതിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ പണി വരുന്നുണ്ട് അവറാച്ച. കഥയിലേക്ക് ഞാൻ വരാം. കാരണം എനിക്ക് കഥ മാത്രം പറയലല്ലോ ഉദ്ദേശം, കഥയിലോടൊപ്പം കാര്യവും പറയണം. ഇത് നിങ്ങൾ ഇനി എവിടെ പോയാലും എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത അവസ്ഥയിലേക്ക് ഇതിന് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ വേണം. ആ കഥയുടെ ക്യൂരിയോസിറ്റി അവിടെ ഇട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കഥയുടെ ബാക്കി വേണം നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തോളം നിങ്ങളുടെ അൺകോൺഷ്യസ് പാർട്ട് ഈസ് വെയിറ്റിംഗ് ടു ഗെറ്റ് റിസീവ് സംതിങ്. അപ്പൊ അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ടേംസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അഥവാ മാനിഫെസ്റ്റേഷൻ ഓഫ് അട്രാക്ഷൻ ഇതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വഴി തെറ്റൂല. ബിക്കോസ് ദി സ്റ്റോറി ആൻഡ് ആ സ്റ്റോറിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ കണക്ഷൻസ് ഉണ്ട്. കിടന്നുറങ്ങരുത്, അതുകൊണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ആൾക്കാർ. ഇങ്ങനെ ഇരുന്നാ നടന്നോളൂ. അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് ആ ഒരു പാർട്ട് അവിടെ വെച്ച് ഇതിന്റെ ഇടയിലോട് പോയിട്ട് ഇതിന്റെ എൻഡിൽ കണ്ടുകൂടെ. വി കോൾ ഇറ്റ് എസ് കോൺവെർസേഷണൽ പ്രോഗ്രാമിംഗ്. ഇത് വെറുതെ കഥ പറയലല്ല, കഥ പറയുന്നതിന് പിറകിൽ ഒരു കാര്യം ഉണ്ടെന്നല്ല. ദാറ്റ്സ് ഹൗ ദ ക്രിയേറ്റിവിറ്റി വർക്ക്സ്. ഐ എം ജസ്റ്റ് നോട്ട് ട്രൈങ് ടു ജസ്റ്റ് ഗിവ് യു ദ സ്റ്റോറി ആൻഡ് ഗിവ് യു ബാക്ക്. അതാണ് GT ഇത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആവാനുള്ള കാരണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും എങ്ങനെയൊക്കെ പോയാലും ഇതിലേക്ക് തന്നെ വീണ്ടും വരാൻ വേണ്ടി തോന്നുന്നത്. അത് വരാൻ വേണ്ടി തോന്നുന്ന കാര്യം അത് നിങ്ങൾക്ക് അത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആക്കുന്ന രീതിയിലേക്ക് ഇതിനെ കോൺഫിഗർ ചെയ്ത് ഇക്വേഷൻ സെറ്റ് ആക്കി തന്ന് വിടുന്നത് കൊണ്ടാണ് യു ഗൈസ് ആർ അഗൈൻ ആൻഡ് അഗൈൻ കമ്മിങ് ഹിയർ എന്നുള്ളതാണ്. ഫൈൻ. അപ്പൊ ഏതായാലും നമുക്ക് അങ്ങനെ പ്രയത്നിക്കാനുള്ള സംഭവം കൂടി വരും. ആ പ്രയത്നിക്കുന്ന സമയത്ത് ഇന്നലെ വരെ ചെയ്യാത്ത പുതിയ പുതിയ ഐഡിയകളോ പുതിയ പുതിയ ഓപ്പണിങ്സോ നമ്മൾ തന്നെ കണ്ടെത്തി തുടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ പ്രാർത്ഥന പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. ദാറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ. ഇന്നലെ വരെ കാണാത്ത ക്രിയേറ്റീവ് പാർട്ട്, ദാറ്റ് മീൻസ് നമ്മുടെ റൈറ്റ് ബ്രെയിൻ കൂടി അതിൽ വരുന്നു. മാത്രമല്ല ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പാണ് ഇതിപ്പോ 3 മാസം ചെയ്യേണ്ടത് എന്ന് തോന്നിയെടുത്തും റൈറ്റ് ബ്രെയിൻ ചെയ്യുമ്പോൾ വരുന്ന സമയത്ത് അതിനെ നമുക്ക് കാവ്യാത്മകമായി തരാം. ഇത് കൊള്ളാലോ ചെയ്യാൻ, ഇത് ഇങ്ങനെയും ചെയ്ത് നോക്കാല്ലേ, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു മെത്തേഡ് കണ്ടു ചെയ്യാൻ, ഞാൻ വേറൊരു മെത്തേഡ് കണ്ടു ചെയ്യാൻ. അപ്പൊ കൂടെ പണിയെടുക്കുന്ന ബോറടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, നീ പറഞ്ഞത് നന്നായിട്ടോ. അതോടുകൂടി നമുക്ക് പുതിയ പുതിയ വഴികൾ കണ്ടെത്താനുള്ള എനർജി കിട്ടി. ഒരു കാര്യം ഉറപ്പാലോ, ഒരു വിഷയത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടണം, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളത് ആസ്വദിച്ച് ചെയ്യണം. ആസ്വദിച്ച് ചെയ്യാനുള്ള ആസ്വാദന തലം പ്രാർത്ഥനക്ക് കൊണ്ടുതരാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് പ്രാർത്ഥന നേരിട്ട് ഇങ്ങോട്ട് തരല്ല. ആ പ്രാർത്ഥന ആസ്വാദ്യകരമാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയുടെ ഗുണമായിട്ട് ഫലമായിട്ട് നിങ്ങൾക്ക് ആസ്വാദനം കണ്ടെത്താനുള്ള തലം കിട്ടും. ആസ്വാദന തലത്തിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ക്രിയാത്മകത കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഭയത്തിന്റെ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആസ്വാദനം ഇല്ലാലോ, സംശയത്തിന്റെ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആസ്വാദനം ഇല്ലാലോ. അപ്പൊ സംശയവും ഭയവും ഒക്കെ മാറി നിൽക്കുന്ന, മയങ്ങി പോകുന്ന ഒരാള് വലിയ വേദനയിലാണ്, ഒരു ഡ്രഗ് എടുത്ത് അടിച്ചു കഴിഞ്ഞാല്
അല്ലെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് വേദന ഒന്നും അറിയില്ല. കാരണം എന്താണ്, അതിനൊക്കെ മാറ്റി നിർത്തി ഇതേപോലത്തെ കിക്ക് തരുന്ന സാധനമായിരിക്കണം. വേദനകളെയും പ്രയാസങ്ങളെയും പരിഭവങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട് കിക്കോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ അത് ചെയ്തു വെച്ചാല് അതെനിക്കും അറിയില്ല ഞാൻ എങ്ങനെയാ ചെയ്ത്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം, ഞാൻ വേറെ ഏതോ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യാൻ നല്ല പണി ഇന്ന് പ്രാർത്ഥിക്കാൻ നാളെ ഡ്രഗ് എടുക്കാന്നല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, അപ്പൊ ഈ രൂപേണ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ വേദനകളെ മറന്നിട്ട്, നിങ്ങളുടെ ഭയങ്ങളെ മറന്നിട്ട്, നിങ്ങൾക്ക് ഇന്നലെ വരെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതെ ആ സ്റ്റെപ്പ് വെക്കാൻ പേടിച്ചിരിക്കുകയാണെങ്കിൽ, നാളെ നിങ്ങൾക്ക് എവിടുന്ന് ഒരു ആത്മവിശ്വാസം നിങ്ങളങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. ഉത്തരം കിട്ടുമ്പോൾ മാത്രമല്ല, ആ പ്രയത്നത്തിലും പ്രവർത്തനത്തിലും പോലും നിങ്ങൾക്ക് ആ ഊർജം, ആ ധൈര്യം, ഇത് എവിടുന്ന് എനിക്ക് കിട്ടി നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും. കാരണം നിങ്ങളുടെ യുക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ പറയും. അത് നമ്മൾ മുന്നേ ആഗ്രഹിച്ച് ആഗ്രഹങ്ങളുടെ പ്രാർത്ഥനകളുടെ ഏതോ സ്വീകാര്യതയിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അഹങ്കാരം ഉണ്ടാവില്ല. ലെഫ്റ്റ് ബ്രെയിന് മാത്രം വർക്ക് ചെയ്ത അഹങ്കാരം നന്നായിട്ട് വരും. ഞാൻ ഇതൊക്കെ ആക്കിയെടുത്തതിന്റെ കഠിന പ്രയത്നത്തിലാണ്, ഞാൻ ഈ ചെയ്ത പ്രയത്നത്തിനൊക്കെ എന്നെ സ്വാധീനിച്ചത് എന്നിലെ റൈറ്റ് ബ്രെയിനിന്റെ കലാത്മകമായിട്ടുള്ള രസകരമായിട്ടുള്ള എന്തൂസിയാസം തന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെ ലൈഫ് മാറുമ്പോഴും ത്രില്ലടിപ്പിക്കുന്ന കിക്ക് തരുന്ന കുറെ സാധനങ്ങൾ ഇതിങ്ങനെ വന്നുകൊണ്ട് ആ ക്യൂരിയോസിറ്റിയിലും എന്തൂസിയാസത്തിലും ഇങ്ങനെ പറയാനും പ്രവർത്തിക്കാനും പ്രയത്നിക്കാനൊക്കെ ഉള്ള ഊർജ്ജം കിട്ടുന്നത്. എന്റെ ഒരു ബേസിക് പോളിസി ഞാൻ പലരോടും സജസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് എത്ര വലിയ ഗോൾ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്താലും എന്ത് സംഭവിച്ചാലും നിങ്ങൾ പിന്തിരിയാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾക്ക് പിന്തിരിയാതെ മുന്നോട്ട് പോകാൻ കുറച്ച് ഡ്രഗ്സ് വേണം, കുറച്ച് കിക്ക് കിട്ടുന്ന സാധനമാണ്. ആ കിക്ക് തരുന്ന സാധനമാണ് സ്പിരിച്വൽ ഇന്റലിജൻസ്. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അതിൽ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും, അതിൽ നിങ്ങൾ ദൈവത്തെ അറിയും. ആ സാധനം നിങ്ങൾ നേടിയെടുക്കുമ്പോഴേക്കും നിങ്ങൾ പറയും, പടച്ചോന് ദൈവം ഇവിടെ ഉണ്ട് കേട്ടോ, അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയായിരുന്നു, എങ്ങനെ ആകാശത്തിന്റെ മുകളിൽ പറഞ്ഞ അല്ല, ഞാൻ ഈ ബിസിനസ് ചെയ്ത് സക്സസ് ആയപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞു, ബിസിനസ് ചെയ്തിട്ട് പഠിച്ചോനറിയാം. ഭൂമിയിൽ എന്ത് ചെയ്താലും ദൈവത്തെ അറിയാനുള്ള രഹസ്യം ദൈവം ഇങ്ങനെ ഒളിപ്പിച്ചു. അതെവിടെ ഉള്ളത്? എന്നിൽ തന്നെ ഉള്ളത്. അപ്പൊ മിസ്റ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഉള്ളിൽ നിന്ന് അറിയുന്നവരെ. അപ്പൊ ഉള്ളോട്ട് നോക്കുമ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരോട് ഒരു കുറച്ച് ലോജിക്കൽ, അപ്പൊ അവരോട് അറിയും നിങ്ങളുടെ റൈറ്റ് ബ്രെയിനിൽ നിന്ന് നിങ്ങൾ അറിയും. Once you activate your left and right brain all together function ചെയ്യുമ്പം you will experience that. അതാണ് ന്യൂറോ സയൻസിലെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിനെ പറ്റിയുള്ള ഒരു പഠനം തന്നെ കിടക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ മിസ്റ്റിക്കൽ സ്റ്റേറ്റ്? മിസ്റ്റിക്കൽ സ്റ്റേറ്റ് മീൻസ് ദ പോയറ്റിക് സ്റ്റേറ്റ്. അപ്പൊ ദൈവത്തിൽ മുഴുകി ലയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആ അവസ്ഥയിലാണ്. ഈ അവസ്ഥയെ ലോജിക്കലി എവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന് പണിയെടുക്കണം. വേറെ കുറെ ആൾക്കാരുണ്ട് മെഡിറ്റേഷനും ധ്യാനം എന്ന് പറയും, ധ്യാനം കൂടി ഇങ്ങനെ ഇരിക്കും. ആ കിക്കിനൊക്കെ ഇരിക്കലല്ല ആവശ്യം. ഈ കിക്ക് ഡ്രഗ് ഇങ്ങനെ അടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചെയ്യുമ്പം അതിന്റെ പ്രയാസം അറിയാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ഡ്രഗ് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഡ്രഗ് ഇങ്ങനെ അടിച്ച് എന്ത് കിക്കറിയോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കിക്കിൽ ഒറ്റപ്പെട്ടു പോകും. അതല്ല, ഹിറാഗുവയിൽ പ്രവാചകർ ആ കിക്കിലായിരുന്നു. ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് മുഴുകി ആ കിക്കിലായിരുന്നു. ആ കിക്കിൽ അങ്ങനെ ഇരിക്കല്ലേ ചെയ്തത്. ആ കിക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളൊന്ന് കിക്ക് ചെയ്തു. എന്നാലത് യു ഹാവ് ഗോട്ട് സം റെവലേഷൻ, യു ആർ സപ്പോസ് ടു ഡു സംതിങ്. ആക്ഷൻ പ്ലാൻ കൊടുത്തു. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഈ അവസ്ഥയിൽ ഇരിക്കാൻ എന്താ വേണ്ടി, അടുത്ത ആഴ്ച മർഫിന്റെ മെഡിറ്റേഷൻ വരും, അടുത്ത മെഡിറ്റേഷൻ വീക്കിൽ ഒന്നുകൂടി പോയിരിക്കണം, എനിക്ക് മെഡിറ്റേഷൻ മിസ്സാക്കണം. അങ്ങനെ കിക്ക് എടുക്കാൻ വേണ്ടി മാത്രമാകരുത്. പലപ്പോഴും വഴി തെറ്റിപ്പോവാനുള്ള ഒരു കാര്യം നമ്മൾ ആ ലഹരിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു സാധനത്തിന്റെ കിക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് നമുക്കറിയാം. അപ്പൊ സെഷൻ കേട്ടോണ്ടിരിക്കുമ്പോ ആ കിക്ക് കിട്ടുന്നു, എവിടോ എത്തുന്നു, ഏതോ ലോകത്തെത്തുന്നു. എന്തുകൊണ്ട് ഏതോ ലോകത്തെത്തുന്നത്? യുവർ റൈറ്റ് ബ്രെയിൻ ഈസ് ആക്ടിവേറ്റഡ്. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ലോജിക്കലി നിങ്ങൾക്ക് ക്ലാസ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് പ്ലാൻ, തുടങ്ങുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് പറയുക, അഭിസംബോധനം റെഡിയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് റാപ്പോ ബിൽഡ് ചെയ്യുക, എല്ലാവരും മുഖത്തേക്കൊന്ന് നോക്കി ചിരിക്കുക. സ്റ്റെപ്പ് 2 കംപ്ലീറ്റഡ്. സ്റ്റെപ്പ് 3 ക്ലാസ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, തുടങ്ങുന്ന സമയത്ത് തന്നെ കോട്ടുകളെ കൊണ്ട് തുടങ്ങുക. സോ കോഡ് ഫോർ ദ ഡേയ്സ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ബ്രെയിന് വെച്ചോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഇതിന് ബ്യൂട്ടി ഉണ്ടാകുന്നത്? ഞാനിത് ഉണ്ടാക്കാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്, അല്ലേ? ചിലർ നമ്മളല്ലേ അഭിനയിക്കാണ് തോന്നാതെ ജീവിക്കാണ് തോന്നണം. കാരണം അയാൾ അഭിനയിക്കല്ലോ, അയാൾ ജീവിക്കല്ലേ. പല ആൾക്കാരും ലെഫ്റ്റ് ബ്രെയിൻ മാത്രം ഉപയോഗിക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് നമ്പർ 1 ഉണ്ട്, സ്റ്റെപ്പ് നമ്പർ 2 ഇല്ല, സ്റ്റെപ്പ് നമ്പർ 3 ഉണ്ട്. ഇങ്ങനെ
ആക്ച്വലി ഇത് മാത്രം മീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ആക്ച്വലി. അപ്പൊ ഈ രൂപേണ മാനിഫെസ്റ്റേഷന്റെ സ്റ്റേറ്റുകളെ, പ്രയറിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദ പോയട്രി. അതൊരു പോയറ്റിക് സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിലുള്ള ആൾക്കാർ എന്തിലേക്ക് അതിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ അവരുടെ റൈറ്റ് ബ്രെയിനിന്റെ, അവരുടെ ഇൻറ്റ്യൂഷന്റെ, ഇൻസൈറ്റിന്റെ, സയന്റിസ്റ്റുകൾക്കൊക്കെ ഇൻറ്റ്യൂഷൻ കിട്ടിയ സ്റ്റേറ്റിന്റെ ആ സ്റ്റേറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. സോ യു വിൽ ബി ഫൈൻഡിങ് മച്ച് മോർ വേസ്. എന്റെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് കണക്ട് ആവില്ല, അങ്ങോട്ട് റെഡി ആണില്ല. അത് ലോജിക്കൽ സ്റ്റേറ്റിൽ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ബിസിനസിന്റെ ലോജിക്ക് മാത്രം ഉപയോഗിക്കണം. ഞാൻ ഇത്ര ഒക്കെ കൊടുത്ത് ഓക്കെന്താ ഇത്രയെങ്കിലും തന്നാൽ, ഞാൻ ഇത്ര അങ്ങേർക്ക് ചെയ്തു കൊടുത്ത എന്തുകൊണ്ട് അങ്ങേർക്ക് ഇത്രയെങ്കിലും തന്നാൽ, അപ്പൊ അങ്ങേർക്ക് അതിൽ കൂടുതൽ തരാൻ തോന്നണമെങ്കിൽ അതിന് എന്തൊക്കെയോ വഴികൾ ഉണ്ടായിരിക്കാം. ആ വഴികൾ എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ലോജിക്ക് വെച്ചിട്ട് ഇങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെയല്ലേ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പഠിച്ചത്, അപ്പൊ ആ വാല്യൂകൾ മീറ്റ് ചെയ്യുന്നില്ലാലോ, ഇങ്ങനെ നമ്മൾ ലോജിക്കലി കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വേണ്ട അതിന് പരിഹാരം കണ്ടെത്തുന്നത്. അത് എത്തുന്ന സമയത്ത് റിജക്ഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഈ പ്രണയത്തിലുള്ള ആൾക്കാർ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് കവികളൊക്കെ അധികം പ്രണയം യൂസ് ചെയ്തത്. കാരണം എത്ര റിജക്ഷനോട് അടിച്ചിട്ടും മോന്തക്ക് വരെ രണ്ടെണ്ണം തന്നിട്ട് പോലും പിന്തിരിയാതെ മുന്നോട്ട് പോകുന്ന ഏതോ ഒരു റൈറ്റ് ബ്രെയിനിന്റെ കിക്കില, എടാ പ്രാന്ത ഓളെന്നെ തേക്കാൻ നിൽക്കുക എന്നിട്ട് എനിക്ക് പോകുന്നല്ലേ, എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് ആ കിക്കിൽ പോകുമ്പം ചീത്ത കേട്ടാലും ഒബ്ജക്ട് ചെയ്താലും കുഴപ്പമില്ല. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾ ഒബ്ജക്ഷൻ കിട്ടുന്നു, ആകെ പേർക്കോട്ട് പോകുന്നു, റിജക്ഷൻ കിട്ടുന്നു, ശരിയാവുന്നില്ല. ഇങ്ങനെ പരിശ്രമിക്കുമ്പോഴേക്ക് ചുറ്റും വാട്ട് അതേഴ്സ് തിങ്ക്, കമ്പാരിസൺ, ഇതൊക്കെ വരുന്നുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിലെ പോയറ്റിക് സ്റ്റേറ്റ് ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഓരോ റിജക്ഷനും തിരിച്ചിട്ട് വളരെ പോയറ്റിക് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. നിന്നെ ഞാൻ കൊന്നു കളയും മോനെ. കൊല്ലാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അത് നിന്നോടൊപ്പമായാൽ മതി എനിക്ക്. ആകെ ഇവനെന്ത്, അയ്യേ എന്ത് സാധനം, എന്ത് ഒലിപ്പിക്കലാണ്. എന്നിൽ ഒലിക്കലല്ല കുഞ്ഞെ, എനിക്ക് നിന്റെ അടുത്ത് ഇരിക്കുമ്പോ ഒഴുക്കാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒലിപ്പിക്കലിന് പകരം ഒഴുക്ക്. മൂന്നാല് തവണ എന്ന് പറയും, നാലാമത്തെ തവണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഇരുന്ന് ആലോചിക്കും, എന്ത് രസായിട്ടല്ലേ ഓനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അല്ലെ, ഭയങ്കര ഇതിലൊക്കെയാണ് വീണു പോലെ. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയം ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ എനിക്ക് ഇത് റെഡിയാക്കി തരണോ, അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടി കുളമാക്കും. അപ്പൊ നമ്മള് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര തന്നെ വിഷയങ്ങളെ തകർത്ത് കളഞ്ഞാലും നശിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും, നിർജീവമായ അവസ്ഥയിൽ നിന്ന് പോലും ജീവൻ നൽകുന്ന തമ്പുരാനെ നീ എന്തു എടുത്തോ. അപ്പൊ ഇങ്ങനെ പഠിച്ചവനിങ്ങനെ ഇവൻ എന്നെ വീത്തോ, ഇവൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യോ, നോക്കട്ടെ എന്താ ഒന്നുകൂടി നോക്കട്ടെ, ഇവൻ ഏതുവരെ പോകും. ഇത്തരത്തിൽ എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് പ്രണയ നിയമം ഉപയോഗിക്കുന്ന ആളുകള് ഈ റൈറ്റ് ബ്രെയിനിന്റെ പോയറ്റിക് സ്റ്റേറ്റിലാണ് നിൽക്കണത്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ പ്രണയഭാവത്തിലാണ് ഓരോ ഞെരുക്കത്തിന് ശേഷവും ഇടുക്കത്തിന് ശേഷവും വിശാലതയുണ്ട് എന്ന് പ്രണയഭാവത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ദൈവം, പ്രണയത്തിന്റെ ദൈവത്തെ വശീകരിക്കേണ്ട, പ്രപഞ്ചത്തെ മൊത്തം നിങ്ങളുടെ കൺമുന്നിൽ കാലിന്റെ ചുവട്ടിൽ കൊണ്ട് നിർത്തേണ്ട രഹസ്യം പറഞ്ഞതാണ്. അതിനെ പ്രണയ നിയമമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് അതിനെ അപ്രോച്ച് ചെയ്ത് നോക്കിയേ. അപ്പൊ എന്ത് വരുമ്പോഴും എന്താണ് പ്രാണനാഥന്റെ പ്രണയ നിയമം? ഓരോ ഇടുക്കത്തിന് ശേഷവും ഓരോ ഞെരുക്കത്തിന് ശേഷം വിശാലത ഉണ്ട്. അതിങ്ങനെ കൊണ്ട് വേദനിച്ച് അങ്ങനല്ല, ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ സാധനം അത് വരണം. ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ എപ്പോഴും പറയാനുണ്ട്, നടന്നു പോകുമ്പോ പെട്ടെന്ന് കാലോട് വെച്ചത് അമ്മേ അടിപൊളി എന്ത് സുഖല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അപ്പൊ തന്നെ റീഫ്രെയിം ചെയ്യൂലേ. ആ സ്പോണ്ടേനിയസ് റീഫ്രെയിമിങ് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ യുവർ റൈറ്റ് ബ്രെയിൻ ഈസ് ഇൻ ദർ, യുവർ പോയറ്റിക് കോഡ് ഓഫ് മാഗ്നറ്റിസം ഈസ് ദർ. ഇതിൽ തന്നെ ഒരാളുടെ പ്രാർത്ഥനയും ജീവിതവുമായി കഴിഞ്ഞാൽ എവിടെ പോയാലും അവരുടെ മാഗ്നറ്റിസം, അവരുടെ കരിസ്മ ഹൈ ആയിരിക്കും. ബിക്കോസ് ഓട്ടോ പൈലറ്റ് മോഡിൽ, ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ അവരുടെ റൈറ്റ് ബ്രെയിൻ, അവരുടെ സിക്സ്ത് സെൻസ്, അവരുടെ ക്രിയേറ്റീവ്, അവരുടെ പോളിറ്റിക് സ്റ്റേറ്റ് എപ്പോഴും അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് എന്ത് പ്രശ്നം കമ്പനിയിൽ വന്നാലും ഇയാളായിരിക്കും വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് സോൾവ് ചെയ്യണം. വേറെ കുറെ ആൾക്കാരുണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ സംഭവം എന്താ പറ്റി ചെയ്യാം, ഇങ്ങനെ വെപ്രാളത്തിൽ തീർക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട് വളരെ ശാന്തമായി കൂളായിട്ട് അതിനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഈ പ്രശ്നത്തിലേക്കല്ല ഞാൻ നോക്കണത്, പ്രശ്നം സോൾവ് ചെയ്യണം. നിന്നെ കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, നീ എങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യണേ. അപ്പം ആക്ഷനെക്കാളും കൂടുതൽ ആക്ടർ,
ഹു ഈസ് ആക്ടിങ് ഓൺ ദാറ്റ്, അയാൾ അവിടെ എന്താണ് സ്റ്റാർ ആയിട്ട് മാറാൻ, അയാളുടെ ഓറ അവിടെ സ്റ്റാർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രകടമാകുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ്. ആ മാജിക് ആണ് അവിടെ പ്രകടമാകുന്നത്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോയറ്റിക് കോഡ് ഓഫ് മാഗ്നറ്റിസം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ, ആ അവസ്ഥയിലാകുമ്പോൾ ഓൾറെഡി സ്റ്റേ വിത്ത് us, അത് ഓൾറെഡി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്, നമ്മുടെ കൂടെ അത് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതിലുമായിട്ട് ലയിച്ചിരിക്കാനും അതുമായിട്ട് ചേർന്നിരിക്കാനുമാണ് ആഴ്ചക്ക് അലൈൻമെന്റ് കറക്റ്റ്, ലെഫ്റ്റ് റൈറ്റ് തെറ്റിപ്പോയി 2 വൈക്കിട്ടുണ്ട് ഇങ്ങോട്ട് വരും, ഒന്നും നമുക്ക് ട്യൂൺ ചെയ്ത് വിടാം. ഈ കാർ റേസിംഗിന്റെ ട്രാക്കിലെ കണ്ടില്ല, 2-3 ലാപ്പ് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും കൂടി കൊണ്ടുപോയി സൈഡിലാക്കി ടയറക്കൂരി വീണ്ടും ഫിറ്റാക്കി സ്പീഡ് വിടും. ഇതേപോലത്തെ വർക്ക്ഷോപ്പിൽ കയറ്റി അലൈൻ ചെയ്ത് നമ്മൾ പോകണം പറഞ്ഞത്. അലൈൻമെന്റ് ഈസ് ഓൾ അബൌട്ട് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട് ആൻഡ് ടു ബി ഇൻ അലൈൻമെന്റ് വിത്ത് എ പോയറ്റിക് സ്റ്റേറ്റ് ഇൻ യു. അത് നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്, അതെപ്പോഴും കറക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകൾക്കോ ആരാധനയോ കർമ്മങ്ങൾക്ക് പോലും ഒരുങ്ങണം എന്ന് പറയുന്നത്. എന്താണ് ആ ഒരുക്കം? നിങ്ങളുടെ പോയറ്റിക് സ്റ്റേറ്റ് കറക്റ്റ് ആണത് വരെ നിങ്ങൾ ഒരുങ്ങുക. ഈവൻ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് മസിൽ ഉണ്ടാക്കാൻ പോവാണെങ്കിൽ പോലും അതുപോലെ ആസ്വാദ്യകരമാകണമെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് റിലാക്സ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം, അലൈൻമെന്റ് കറക്റ്റ് ആക്കിയിട്ട് വേണം മസിൽ പെരുപ്പിക്കാൻ പോകാൻ. അപ്പം പെരുപ്പിക്കുന്ന സമയത്ത് മൈൻഡ് അതിൽ ഇൻവോൾവ് ആണ്, ക്രിയേറ്റീവ് ആണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് അമ്മയെ വേദനിക്കുന്നത് ഇത് കുറച്ച് കൂടുതലാണല്ലോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ വളരെ ഹരത്തോടു കൂടി രസത്തോടു കൂടി അത് ചെയ്യും. വേദനിക്കുന്നുണ്ടാക്കാം, വെയിറ്റ് കൂടുതലിരിക്കുന്നുണ്ടാക്കാം, പക്ഷെ അവിടെയൊക്കെ നിങ്ങളുടെ ആ പോയിന്റ് ടച്ച് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡും ഡിറ്റർമൈൻഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നിലനിർത്താനുള്ള ഒരു കിക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സോ നെവർ മിസ് ദാറ്റ് കിക്ക്. ആ കിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ആ കിക്കാണ് ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, അത് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്റ്റോറിയുടെ കൺക്ലൂഷൻ ഇങ്ങനെ, ഞാൻ അന്ന് കോമ്പറ്റീഷന് വേണ്ടി പോയി, ഇതൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഫസ്റ്റ് കിട്ടിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രൂപത്തിൽ പോയി. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് അതുകൊണ്ട് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു സ്റ്റേറ്റ് ആണ്. പിന്നെ ഓൾറെഡി മൈൻഡിൽ പറയുന്ന കുറെ കൺസേണുകൾ ഉണ്ട്, എന്റെ ഇൻഫീരിയോറിറ്റി കൺസേണുകൾ ഉണ്ട്, ഗേൾസ് സ്കൂളാണ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. ഏതായാലും ഞാൻ അടുത്ത ദിവസം പോയി 12 PM ആയപ്പോ അവിടെ എത്തിയപ്പം അവിടെ ഭയങ്കരമായിട്ട് പല പല സ്കൂളുകളിലുള്ള ഓരോ സ്കൂളും പ്രധാനപ്പെട്ട ആൾക്കാരല്ലോ തെരഞ്ഞെടുത്തയക്കാം. എന്റെ സ്കൂളിൽ ഞാൻ രാജാവായതുകൊണ്ട്, മുക്കിലെ രാജ്യത്തും ഒരു മുക്കൻ രാജാവ് ആയതുകൊണ്ട് എന്നെയാണ് തെരഞ്ഞെടുത്തയച്ചത്. പക്ഷെ പുറത്തു പോകുമ്പോഴല്ലേ നമ്മള് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യേണ്ടി വരാം. അപ്പോഴാണ് നമ്മളെന്താ നമ്മൾ അറിയാം. അപ്പൊ ഇങ്ങനെ പോയപ്പോ പല സ്കൂളുകളിലെയും കാര്യപ്പെട്ട ആൾക്കാരൊക്കെ, കുട്ടികളൊക്കെ മത്സരത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒരു വ്യക്തിനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഇങ്ങനെ ഓരോ കൂട്ടത്തിൽ പോയിങ്ങനെ എന്താ സംഭവം നോക്കിയപ്പോ ഒരാൾ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഇങ്ങനെ റിട്ടേൺ ആയിട്ട് എഴുതി കൊണ്ടുവന്ന പേപ്പർ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് അതിനെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരോ പറഞ്ഞു മനോരമ ബാലജന സഖ്യം, അങ്ങനെ എന്തോ ഒരു സഖ്യം, പേര് കേറില്ല, ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ആ കുട്ടി. അപ്പൊ അവള് ഭയങ്കര പ്രാസംഗികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതും കൂടി കണ്ടപ്പോ ഏകദേശം ഉള്ളിലൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. ദൈവമേ പഠിച്ചോനെ, ഇവരോടൊക്കെ അപ്പാണ് വന്നിട്ട് വഷളാവാൻ പോണേ, ഏതായാലും എത്തിയില്ല, മുഴുവനാക്കി പോവാം. അങ്ങനെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ലഞ്ചിന് ശേഷം പ്രോഗ്രാം തുടങ്ങി. ലോക ജനസംഖ്യാ ദിനമാണ്, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കണ്ടേ. ഈ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, സോഷ്യലിലേക്ക് അതിന് മാത്രമേ കണക്ഷൻ ഒന്നുമില്ല. പിന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മളിൽ അത്രമാത്രം വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു ഹെൽപ്പോ ഒരു പോയിന്റ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ പേരിനൊരാൾ പോകണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അത്രയും കഴിവിറ്റവരായതുകൊണ്ട് വെറുതെ അവരെന്തെങ്കിലും പോയിന്റ് ചെയ്ത് നമ്മളെ ചെറുതാക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം. ഏതായാലും ഇവരൊക്കെ ലോങ് റിട്ടേൺ പേപ്പറിൽ വന്നിട്ട് ഭയങ്കര ഇതൊക്കെ. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇതിപ്പോ ഇവര് കൊണ്ടുള്ള കാര്യം, ഇവർക്ക് ടോപ്പിക് 2 ആഴ്ച മുന്നേറ്റ് അറിയാം, അവർക്ക് അത് എഴുതി കൊടുത്ത് പരിശീലിച്ചിട്ടുണ്ട്. നമ്മളോട് ഇന്നലെ പറഞ്ഞിരിക്കണേ. ഞാനിങ്ങനെ നോക്കി ഇനിയിപ്പോ എന്താ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് +1 10th പഠിക്കുമ്പോ ചെറിയൊരു ബുക്ക്, ചെറിയൊരു പേപ്പർ, ഈ ഫ്ലാഷ് നോട്ട് കൊണ്ടെടുക്കാണ്ട് ചെറിയൊരു ഹാൻഡ് ബുക്ക് അങ്ങനെ കൊണ്ടെടുക്കും കയ്യിലുള്ള. അപ്പൊ ഇതിൽ ഞാൻ പലപ്പോ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടാൽ ഞാൻ എഴുതി വെക്കും. എനിക്ക് ചില കോട്ട് കണ്ടാൽ ഞാൻ ഒന്ന് എഴുതി വെക്കും, എനിക്ക് ഇഷ്ട കോട്സ്. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് കോട്സ് വിതറി കിട്ടും, അന്ന് അങ്ങനെ കോട്സ് കിട്ടൂല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഏതെങ്കിലും ബുക്കുന്നോ എവിടെന്നെങ്കിലുമൊക്കെ ഒരു കോട്ട് ഇട്ട് ഞാൻ എഴുതി വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രമാത്രം കോട്സ് എനിക്ക് ഇൻവോൾവ് ആയിട്ട് അന്ന് ഞാൻ അങ്ങനെ എഴുതി വെക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്. അപ്പൊ ഒരു തവണ ഒരു കോട്ട് കണ്ടാൽ എനിക്ക് പിന്നെ അത് ബൈഹാർട്ട് ആവും. അന്ന് അങ്ങനെയല്ല, ഇന്ന് അങ്ങനെയാണ്, ഒറ്റ തവണ കണ്ടാൽ പിന്നെ അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാന്നുള്ള. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ച് ഞാൻ എന്റെ ആ ബുക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എന്റെ കയ്യിൽ ആകെയുള്ള റെഫറൻസ് ഇതാണ്. പക്ഷെ ഇതിൽ പോപ്പുലേഷൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ല. ഇതില് എവിടുന്നൊക്കെ എപ്പോഴേക്കോ കിട്ടിയ കുറെ സാധനങ്ങളാണ്. ഒന്ന് ഞാൻ നോക്കിയപ്പോ അതിൽ കണ്ടത് ഭൂമിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂര. ഞാൻ ചിന്തിക്കണത് ഇതിപ്പോ ഞാൻ എന്തിനാ ഇതിൽ എഴുതി വെച്ച്. അപ്പൊ പണ്ട് ഏതോ ഡൈജസ്റ്റില് ഒരു പോയിന്റ് ഇങ്ങനെ കണ്ടപ്പോ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഇത്ര ദൂരം ഉണ്ട് പറഞ്ഞപ്പോ എനിക്കെന്തോ കൗതുകം തോന്നി, അന്ന് എഴുതി വെച്ചാ. പിന്നെ ഞാൻ നോക്കിയപ്പോ കണ്ടത് മഹാത്മാഗാന്ധിന്റെ ഒരു കോട്ടാണ്, മനുഷ്യന് ആവശ്യമുള്ളത്
ഭൂമിയിലുണ്ട്, അവന്റെ ആർത്തിക്കുള്ളതില്ല. അപ്പോൾ ഞാൻ മഹാത്മാഗാന്ധി പോപ്പുലേഷൻ തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ഇത് രണ്ടും ഇങ്ങനെ കിടക്കാം. പിന്നെ മൂന്നാമതായിട്ട് പോയി നോക്കിയപ്പം അതില് ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ശ്ലോകങ്ങൾ ശ്ലോകം മീൻസ് ഇങ്ങനത്തെ സംസ്കൃത സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അതിന്റെ ഒരു പ്രാസോ ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് പറയുമ്പോൾ ഒരു രസം തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിക്കും. അപ്പൊ ഏതോ ബുക്കിൽ നിന്ന് കിട്ടിയതാണ് കാമക്രോധ മോഹ പ്രതിഭ്രംസ ബുദ്ധിനാശ സർവനാശ കാരണത്വത, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അപ്പൊ ഇതില് മനുഷ്യന്റെ കാമം ഇതിനൊക്കെ പറ്റിയിട്ടാണ്, മനുഷ്യന്റെ ആർത്തി ഇതിനൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ബുദ്ധിയൊക്കെ സർവ്വതും നശിക്കാൻ കാരണം ഇങ്ങനത്തെ മൂന്നാല് സാധനം. അപ്പൊ എനിക്കിപ്പോ ഒറ്റ അടിക്ക് ഓർമ്മ കിട്ടതാ. അപ്പൊ പണ്ട് നമ്മള് പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ ഈ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട്, സ്കൂളിൽ പ്രസംഗം ഇംഗ്ലീഷിൽ പ്രസംഗമൊക്കെ എഴുതാണ്ടാവില്ല എക്സാമിന്. അപ്പൊ പറയാറുണ്ട് പ്രസംഗത്തിന് ഒരു ഫോർമാറ്റ് മാർക്ക് കൂടുതൽ കിട്ടാൻ എടുക്ക് ഒരു ഗ്രേറ്റ് ഫിലോസഫർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. ഒരു വലിയ മഹത് വ്യക്തി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ മഹത് വ്യക്തിയൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഇതേപോലെ എനിക്കും തോന്നുന്നത് ഇതിപ്പം ഇങ്ങനത്തെ സാധനമൊക്കെ പ്രസംഗത്തിൽ ആഡ് ചെയ്ത മാർക്ക് കിട്ടുന്ന അറിയാം, പോയിന്റ് കൂടുന്ന അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തായാലും എവിടെയെങ്കിലും ഇത് കൊള്ളിക്കാം, എങ്ങനെ വരുന്നെന്ന് അറിയില്ല, ഇനി നമുക്ക് പോയൊക്കെ അത് എവിടെയെങ്കിലും കൊള്ളിക്കാം. അപ്പൊ എന്റെ മെയിൻ ടാറ്റ എന്ന് പറഞ്ഞ 3 സാധനങ്ങളാണുള്ളത് ഈ പ്രസംഗ മത്സരത്തില്. ഒന്ന് ഭൂമിയിൽ നിന്ന് സൂര്യന്റേക്കുള്ള ദൂരം, 2 മഹാത്മാഗാന്ധിയുടെ ആർത്തിയ ഈ സാധനം, പിന്നെ ഇത് 3 വെച്ച് വേണം ചെയ്യാൻ. 5 മിനിറ്റ് ആണ് പ്രസംഗം. ഏതായാലും ഞാനിങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ തലയിട്ട് നോക്കുമ്പോൾ ഇവരിങ്ങനെ എങ്ങനെയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ കൂടുന്നത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പുലേഷൻ വേൾഡിൽ പോപ്പുലേഷൻ കൂടി അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിനുള്ള ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3-4 സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കണത്. എനിക്ക് അത്രമാത്രം ഈ പറയുന്ന സോഷ്യൽ സയൻസിൽ അവഗാഹം ഇല്ല. അപ്പൊ ഏതായാലും പോയി നോക്കി. അങ്ങനെ എന്റെ ടൈമിൽ അപ്പൊ ഏകദേശം ലാസ്റ്റ് 2ാമത്തെ ഒറ്റാണ് എന്റെ സാധനം. അപ്പൊ ക്ലാസ് വലിയ ഹോളാണ്, ഈ ഹോള് മൊത്തം നിറഞ്ഞിട്ട് ആ സ്കൂളിൽ നടക്കുമ്പോൾ ആ സ്കൂളിലത്തെ കുട്ടികളെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവുള്ളല്ലോ. അപ്പൊ ഏതായാലും അവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഹാളിലേക്ക് ഇങ്ങനെ കയറി. അപ്പൊ ഞാനിപ്പോ ഇത് എങ്ങനെ തുടക്കണം എന്ന് ആലോചിച്ചിട്ട് എന്റെ കൈ കണ്ടപ്പോ ജഡ്ജസിന്റെ ഒരു സഹതാപ ഭാവം ഞാൻ കാണുന്നുണ്ടോ, പാവം മോനിലെ എന്നുള്ള രീതിയിലേക്ക്. അത് ഞാൻ തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് എന്റെ റൈറ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു നീഡ് വരുമ്പോഴേ ചില സമയത്ത് നമ്മൾ പെട്ടിക്കുമ്പോൾ എവിടുന്ന് ഒരു സാധനം വരും. ഇതേപോലെ ആ സ്പോണ്ടേനിയസ് ഇൻറ്റ്യൂഷൻ ഇറ്റ് ഈസ് ഓൾവേസ് ദർ ടു ഹെൽപ്പ് us ആൻഡ് സപ്പോർട്ട് us ടു ഗൈഡ് us. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ പോപ്പുലേഷൻ കുറയ്ക്കാനുള്ള മാതൃക രവി ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാവരും ജനസംഖ്യ കുറയ്ക്കണം എന്ന് പറയുന്നത്? ആരെങ്കിലും മരങ്ങൾ കുറയ്ക്കണം എന്ന് പറയാറുണ്ട് അവിടെ? ആരെങ്കിലും പൂമ്പാറ്റകളെ കുറയ്ക്കണം എന്ന് പറയാറുണ്ട് അവിടെ? മനുഷ്യൻ മാത്രമാണ് മനുഷ്യന്റെ ജന്മം കുറയ്ക്കണം. ചില ആൾക്കാർ നാം ഒന്ന് നമുക്കൊന്ന്, നാം 2 നമുക്ക് 2, നാം 1 പിന്നെ നമുക്ക് എന്തിന് വേറെ 1, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ മാത്രം പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കല്ലേ. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ഇത് കൊള്ളാലും അടിപൊളിയാവണ്ടല്ലോ, ഇത് വന്നത് ഭയങ്കര കയ്യടി. അപ്പൊ ഞാൻ എടാ സാധനം വർക്കായി എന്ന പോയിന്റിൽ വെച്ചിട്ട് പിന്നെ അതൊന്നും കയറി. അപ്പൊ അടുത്ത് ഞാൻ ചിന്തിക്കുന്നത് ഇനി എനിക്ക് കുറച്ചുകൂടി എന്തൊക്കെ അറിയാന്ന് പറയാൻ ഞാൻ എന്താ ചെയ്യാ. അപ്പൊ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഇത്ര കിലോമീറ്റർ, എത്ര എന്ന് എനിക്ക് ഓർമ്മയില്ല, എത്ര ലക്ഷം, ഇത്ര കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ എന്താണെന്നും അതിനെത്ര ദൂരമുണ്ടെന്നും ഒക്കെ അളക്കാൻ മാത്രം മനുഷ്യൻ വളർന്നിട്ട് മനുഷ്യന്റെ ജനസംഖ്യ കൂടുമ്പം അതിനനുസരിച്ചിട്ട് ഇതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി, അതിനുള്ള ഒരു സിസ്റ്റമോ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും അമ്പയെ പരാജയമല്ലേ. അപ്പൊ വീണ്ടും കയ്യടി വന്ന് അപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ മാനേജ് ചെയ്ത് ആ സാധനം അവിടെ ആഡ് ചെയ്തു. അടുത്തത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ട് രാഷ്ട്രപിതാവിന്റെ വാചകമാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഭൂമിയിൽ മനുഷ്യന്റെ ആർത്തിക്കുള്ളതില്ല, അവന്റെ ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ എത്ര മനുഷ്യന്മാരും പിറന്നോട്ടെ, അവർ ആവശ്യ രൂപേണ കാര്യങ്ങൾ ആർത്തി ഇല്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഈ കാര്യം എന്നല്ലേ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ ആശയത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോയല്ലേ. അപ്പൊ വീണ്ടും കൈയ്യടി വന്ന്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കണത് ലോജിക്കലി 3 പോയിന്റ് എന്റെ അടുത്തുണ്ട്. എന്റെ റൈറ്റ് ബ്രെയിൻ വന്നപ്പോ ഇത് ക്രിയേറ്റീവായി. എന്റെ റൈറ്റ് ബ്രെയിൻ അത് വന്നപ്പോ ഈ പോയിന്റിലൊക്കെ അവിടെ ക്രിയേറ്റീവ് ആയിട്ട് ഇടപെട്ട് ഇതും മാനിഫെസ്റ്റേഷൻ ആണ്. വൺസ് ദ മാനിഫെസ്റ്റേഷൻ യുവർ വിഷ് സ്റ്റാർട്ട് ടു വർക്ക്സ്, നിങ്ങളുടെ കയ്യിലുള്ളതിനെ തന്നെ നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് തോന്നുന്നില്ല. അവസാനിപ്പിക്കാൻ നേരത്തെ മറ്റേ മമ്മൂട്ടിയൊക്കെ ഡയലോഗ് ഇടുന്ന പോലെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ, കാമ ക്രോധമോഹ സ്മൃതി ഭ്രംസാ ബുദ്ധി നാശാന്നൊക്കെ പറയുമ്പോഴേക്ക് ഭയങ്കര സാധനം. ഇങ്ങനെയാണല്ലോ വേദങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ കാമവും ഇത്തരത്തിലുള്ള ആർത്തിയും ഒക്കെ മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ നശിപ്പിച്ച് കളയും. ആ ബുദ്ധി ശൂന്യതയിൽ നിന്നാണോ ഇതൊക്കെ നിയന്ത്രിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായി വന്നതെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റ് കിട്ടി. ഞാനിങ്ങനെ
ഇതെങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ സ്വീകരണം, ഭയങ്കരമായിട്ടുള്ള ട്രോഫി തരല്, അസംബ്ലിയിൽ വെച്ചിട്ട് അനുമോദനം. അപ്പം നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ്, ഒരു ദിവസം മുന്നേ പറഞ്ഞ അടുത്ത ദിവസം പോയിട്ട് ഫസ്റ്റ് വായിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിരുന്നു അത്. പക്ഷെ when I decode what happened there, അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പിന്നീട് ഇങ്ങനെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആലോചിക്കും നമുക്ക് തന്നെ വരില്ലേ. സി, നിങ്ങളുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ആസ്വദിച്ച, നിങ്ങളോട് ഇഷ്ടം തോന്നിയ, നിങ്ങളോട് അഡ്മയർ ചെയ്ത മൊമെന്റിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ റൈറ്റ് ബ്രെയിനിന്റെ ഇൻവോൾവ്മെന്റുകൾ ഉണ്ട്. നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി ആ ചെയ്തതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. ആ സംഭവം ഇങ്ങനെ ചെയ്തതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ദർ ഇസ് യുവർ റൈറ്റ് ബ്രെയിൻ ഇൻവോൾവ്. അതിന് കൂടുതൽ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ദ ഏരിയ ഓഫ് പോയറ്റിക് സ്റ്റേറ്റ്, ദ പോയറ്റിക് കോഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കണേ. സോ ഇത്തരം ഒരു സ്റ്റേറ്റ് ഞാൻ പലപ്പോഴും പല രീതിയിൽ ഇത് പറയേണ്ടതുണ്ടെങ്കിൽ കൂടി ഇത് വീണ്ടും 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 പല രൂപേണ പറഞ്ഞ് തന്നെ നമുക്കത് അലൈൻഡ് ആവണം. അപ്പോഴാണ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് യുവർ മാനിഫെസ്റ്റിക് മൈൻഡ് എന്നുള്ളതാണ്. ഇവിടെ പലരും ചോദിക്കാറുണ്ട്, എല്ലാവരും ഇപ്പൊ മാനിഫെസ്റ്റേഷൻ പഠിച്ചിട്ടാണ് ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പൊ ഞാനന്ന് പഠിച്ചിട്ടൊന്നല്ലല്ലോ സംഭവിച്ചത്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംഭവിച്ച നിമിഷങ്ങൾ നമുക്ക് അനുഭവങ്ങളെ, തലങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പറ്റും. അന്ന് എന്താണ് അപ്പൊ അവിടെ സംഭവിച്ചത്, ആസ് യു ലേൺ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതേ രൂപേണ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ റൈറ്റ് ബ്രെയിനിനെ, നിങ്ങളുടെ പോയറ്റിക് സ്റ്റേറ്റിനെ ആഡ് ചെയ്യേണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ രൂപേണ ഇഫ് യു ക്യാൻ ആഡ് ഓൺ ദീസ് ഫാക്ടേഴ്സ്. ഇപ്പൊ GT250 ഇപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞു പോയി, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴാണ് GT നമുക്ക് ഒരിക്കലും ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയൂല. കാരണം എനിക്കിത് പറഞ്ഞിട്ട് തന്നെ ഒരു ഭാഗത്ത് എത്തിക്കണം, നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ സീരീസിൽ വരുന്ന ആൾക്കാർ തന്നെ GT250 വരാണെങ്കിൽ, ഇന്നിപ്പോ ഞാൻ ചോദിച്ചപ്പോ 2 ആൾക്കാരെ GT ഫസ്റ്റ് ആയിട്ട് പങ്കെടുക്കണവരുള്ളൂ. എന്നതിന്റെ അർത്ഥം ബാക്കിയുള്ള എല്ലാവരും കഴിഞ്ഞ എല്ലാ സീരീസും പങ്കെടുത്തവരല്ലാന്ന് എനിക്കറിയാം. ഈ സീരീസിൽ ആദ്യമായിട്ട് പങ്കെടുക്കാൻ വന്ന കഥാപാത്രങ്ങളുണ്ട്. അതിന് മുന്നേ ഉള്ളത് കണ്ടതിന് ശേഷം ഇഫ് യു ക്യാൻ കം ആൻഡ് ജോയിൻ ടു ദ GT250, യു ആർ ഹെൽപ്പിംഗ് മീ ടു ഗൈഡ് യു വെൽ. ഇതിന്റെ പ്രാക്ടിക്കൽ പാർട്ടിൽ അവിടെ എനിക്ക് നിങ്ങൾക്ക് ആ സ്റ്റേറ്റിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പോയറ്റിക് പ്രയർ ഡ്രാഫ്റ്റ് ചെയ്ത് എനിക്ക് വിടാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങളെ കൊണ്ട് ആ പോയറ്റിക് സ്റ്റേറ്റ് എഴുതിയിരിക്കും. ഇപ്പൊ നമ്മുടെ ടീമിൽ തന്നെ കുറെ കോച്ചസിന് പലർക്കും അറിയാം. ഇപ്പൊ വരിയായിട്ട് നമ്മളെ കോച്ചസ് ഒക്കെ ഓതേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. സ്വപ്നത്തിൽ പോലും പുസ്തകം എഴുതൂല എന്ന് ചിന്തിച്ച ആൾക്കാരാണ് ഒരാഴ്ച കൊണ്ടൊക്കെ പുസ്തകം എഴുതി തീർത്തിട്ട് പല സ്ഥലത്തും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കണേ. വൈ ദീസ് മച്ച് സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു? കാരണം അവരുടെ റൈറ്റ് ബ്രെയിന് കറക്റ്റ് അലൈൻഡ് ആകുമ്പോൾ, നമ്മുടെ പ്രോസസ്സിലൂടെ പോയിട്ട് അലൈൻഡ് ആകുമ്പോൾ അവർ പോലും അറിയാണ്ട് അത് അലൈൻ ചെയ്ത് നിൽക്കാണ്. അപ്പൊ ദേ ആർ സ്റ്റാർട്ട് റൈറ്റിംഗ്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഇവിടെ ജെൻസ് വേണം നമ്മൾ ആ 6th സെൻസോട് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ഉള്ളിൽ ആ 6th സെൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മളുടെ യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താ കൊണ്ടുവെക്കുക. അതെന്തോ 6th സെൻസ് ആണ്, അതെന്തോ വേറെന്തോ സംഭവമാണ്. ഇനി അതല്ലെങ്കിൽ അതിന് നമ്മൾ വേറെ എന്തെങ്കിലും പരിവേഷങ്ങൾ കൊടുക്കണം, വേറെ എന്തെങ്കിലും പേരുകളോ, അത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ ഓൺ എബിലിറ്റി. നിങ്ങളുടെ തെറ്റിന് എബിലിറ്റിയാണ് ആ 6th സെൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പൊ അതിനെ കൂടി മാക്സിമം നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയാറുണ്ട് GC കഴിഞ്ഞിട്ട് GT വരും. GC-ക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ, GC ചെയ്ത ആൾക്കാർ ഇനി പറയൂ, ഇതിനല്ലേ നമ്മൾ GC തുടങ്ങുമ്പോൾ കുഞ്ഞായിരിക്കുക എന്ന് പറയുന്നത്? ബിക്കോസ് ടു മേക്ക് യൂസ് ഓഫ് യുവർ 6th സെൻസ്. നിങ്ങൾ ഓൺ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ 6th സെൻസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഇത് പറഞ്ഞത് കൊണ്ട് മാത്രം ആവാൻ പറ്റില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ റൈറ്റ് ബ്രെയിനിനെ 6th സെൻസിന് ആ അലൈൻമെന്റിൽ നിന്ന് തെന്നിച്ച് നിർത്തുന്നത്? അവിടെ കുറെ ലെഫ്റ്റ് ബ്രെയിനിൽ മാത്രം എടുക്കുന്ന, ലോജിക്കിൽ മാത്രം എടുക്കുന്ന കുറെ ഡാറ്റകളുണ്ട്. ആ ഡാറ്റകൾ കറക്റ്റ്, പക്ഷെ ആ ഡാറ്റകൾ ഉപയോഗിക്കും തോറും നമ്മുടെ റൈറ്റ് ബ്രെയിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് അപകടം എടുക്കുന്നത്. ഇപ്പൊ ഒരാൾ കുറെ സയൻസ് പഠിച്ചു ലെഫ്റ്റ് ഇങ്ങനെ ഉപയോഗിച്ച് ദൈവം ഒന്നും ഇല്ലടേ, അതിലൊന്നും കാര്യമില്ലടേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ കിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ്. ഓൾറെഡി ദേ ആർ ലൈക്ക് അതിങ്ങനെ അതിന്റെ വഴിക്ക് പോകാന്നുള്ളത് നടക്കുന്നുള്ളൂ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഈ ലെഫ്റ്റ് ബ്രെയിനിൽ കിട്ടിയ ഡാറ്റകളെ ഡീകോഡ് ചെയ്ത് നമ്മളെ റൈറ്റ് ബ്രെയിനിലേക്ക് എത്തിക്കാനുള്ള സ്റ്റേറ്റ് അലൈൻമെന്റ് കൂടി സംഭവിപ്പിക്കലാണ് GC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ പറയും യു നീഡ് പ്രാക്ടീസ്. You need to practice, you need to unlearn, you need to unlearn, you need to purify your mind. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം, നിങ്ങളുടെ മനസ്സിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണം. ആ അലൈൻമെന്റ് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാനുള്ള കൺസൾട്ടിംഗ് ആണ്, പ്രോസസ്സാണ് നമ്മൾ ഗൈഡഡ് കോഡിൽ ചെയ്യണത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ മന്തിലെ GC വരാനെങ്കിലും ശ്രമിക്കുന്ന ഞാൻ പറഞ്ഞത്. കാരണം ന്യൂ ഇയർ സ്പെഷ്യൽ GC ആണ്. അപ്പൊ ഈ മന്തിൽ നിങ്ങൾ ചെയ്ത 2026 ചെയ്യാത്തവരുണ്ടെങ്കിൽ വുഡ് ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു എന്നുള്ളതാണ്. അപ്പോൾ എന്റെ ആഗ്രഹം ഇത്രയും സീരീസിൽ കേട്ട ആൾക്കാർ പ്ലീസ് ദയവ് ചെയ്തിട്ട് 250 വരാതിരിക്കരുത്. കാരണം എന്റെ കോർ ഫോക്കസ് GT തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനെ ഇവന്റിന്ന് വിളിക്കരുത് ആരും, GT250 തന്നെ പറയണം. ബിക്കോസ് GT ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ അതിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഈസി ഫോർ മീ.
ആൻഡ് ഓൾസോ ഈ നമ്മുടെ ഈ റൈറ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സെഷൻ എടുക്കലല്ല എനിക്ക് എപ്പോഴും നടക്കാറില്ല. whenever I enter to the stage, whenever I enter to the audience, അവിടെ എത്തുന്ന സമയത്ത് ഐ ബി ജസ്റ്റ് ഫീലിംഗ് ദ എനർജി. ആ ഓഡിയൻസിന്റെ സ്റ്റേറ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമാണ് അവർക്ക് വേണ്ടത് ഡെലിവർ ചെയ്യാൻ പറ്റുക. അപ്പൊ മാനിഫെസ്റ്റേഷൻ സീരീസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി എങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇതേ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. അല്ല, മെജോറിറ്റി ആൾക്കാർ മാനിഫെസ്റ്റേഷൻ സീരീസ് അറ്റൻഡ് ചെയ്യാത്തവർ വന്നു കഴിഞ്ഞാൽ എഗെയിൻ എന്റെ സ്റ്റേറ്റ് ഓഫ് ഡിസ്കഷൻസും കാര്യങ്ങളും ആ ലെവലിലേ പോവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്റെ കോച്ചസ് വരുന്നിരുന്നു കഴിഞ്ഞാൽ എന്റെ സെഷന്റെ ലെവൽ വേറെ ആയിരിക്കും, അത് വേറെ തന്നെ ലെവലായിരിക്കും. ജി ടിക്കാർക്ക് മാത്രം തന്നെ അത് വേറെ റേഞ്ചിലായിരിക്കും. സോ ഫോർ ദാറ്റ് ഐ ജസ്റ്റ് നീഡ് എ ഹെൽപ്പ് ഫ്രം യു ഗൈസ്. വരുന്നവരുണ്ടെങ്കിൽ ജി ടിക്കാർ എന്തായാലും പല എക്സ്ക്യൂസുകൾ ഉണ്ടായിരിക്കും. ഞാൻ പറയും this is the exceptional thing to own yourself regarding your right brain, your childish state, your enthusiastic and your alignment, your poetic. ഇതെല്ലാം കൂടി ഒരു ദിവസം നമ്മൾ കൊടുത്തിട്ട് നമുക്ക് അതിൽ ഒരു ലെവൽ ഇംപ്രൂവൈസേഷൻ കിട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിലുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിന്നോ നിങ്ങൾക്കായിട്ടുള്ള ഒരു അഫർമേഷനും നിങ്ങൾക്കായിട്ടുള്ള ഒരു പോയറ്റിക് പ്രയർ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ ദാറ്റ് ബിക്കംസ് യുവർ കീ. അത് നിങ്ങളുടെ കീ ആയിട്ട് മാറും. അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും പവർഫുൾ ആണ്. ഒരേ അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞാല് ഇറ്റ്സ് സോ മാസീവ്. ഇത് ഭയങ്കരമായിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെ ജി ടിക്കാരന് വരാണെങ്കിൽ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും ആ സെഷൻ കൊണ്ട്. അപ്പോൾ പോയറ്റിക് പ്രയർ എത്തുന്നത് നമ്മളൊരു ഭാഗമായിട്ട് GT 250 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ പാർട്ടുണ്ട്. സോ ലെറ്റ്സ് ഡ്രാഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് പ്രയർ. നമ്മുടെ പ്രാർത്ഥന നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം, നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ആദ്യമൊക്കെ GCTP ഇത് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. നമുക്ക് അലൈനിങ് ഫേസിൽ പോകുമ്പോൾ വി യൂസ് ടു ഡ്രാഫ്റ്റ് ദ പ്രയർ. ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാവർക്കും അറിയാം. കുറെ ആൾക്കാർ ഇത് വായിക്കും. വെരി ഗുഡ്. അത് വായിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ കുറെ മാജിക്കൽ സ്റ്റോറീസ്, ഇതൊക്കെ വർക്ക്ഔട്ട് എന്നൊക്കെ പറയും. പക്ഷെ വാട്ട് ഹി വാസ് ആക്ച്വലി ഡൂയിങ്, ഹി വാസ് ഡ്രാഫ്റ്റിംഗ് പ്രയർ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് പ്രയർ ഫോർമാറ്റിൽ അതിനെ ഡ്രാഫ്റ്റ് ചെയ്യണം. സിംപ്ലി പറഞ്ഞ റൈറ്റ് ബ്രെയിനും കൂടി ഇൻവോൾവ് ആകാൻ, സിംപ്ലി പറഞ്ഞ നമ്മുടെ ഇന്നർ മൈൻഡ്, ഇന്നർ കോർ, നമ്മുടെ എനർജി അത് ആക്ടിവേറ്റ് ചെയ്യാൻ അതിന്റെ പോയറ്റിക് സ്റ്റേറ്റിലൂടെ അതിന് ആക്ടിവേഷൻ സംഭവിക്കണമായിരുന്നു. അതിനാണ് ആൾക്കാർ അദ്ദേഹം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. സോ വി ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് ഏരിയ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെച്ചതിനൊക്കെ എത്രയോ ഡിഫറെന്റ് ആയിരിക്കും ഈ പ്രയർ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാനിപ്പം ഇതിന്റെ മിത്തുകളല്ല എന്ന് പറയാം. കഴിഞ്ഞ ഞാൻ കുറെ മിസ്ഗൈഡൻസ്. ഇന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ പോയറ്റിക് പാർട്ടാണ്. ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അതിന്റെ ഫിലോസഫിക്കൽ കോർ, അതിന്റെ പോയറ്റിക് കോർ, അതിന്റെ സയന്റിഫിക് കോർ, അങ്ങനെ തുടങ്ങി ഒരുപാട് കോഴ്സ് ഉണ്ട്. അതെല്ലാം കൂടി ചേർത്ത് മനസ്സിലാക്കാം. അപ്പൊ വി കോൾ ഇറ്റ് എസ് പെർസെപ്ച്വൽ പൊസിഷനിങ്. അതിന്റെ പല പല ആംഗിളിൽ നോക്കി കണ്ടാൽ അതിന്റെ ഫുൾ ഡാറ്റ നമ്മുടെ ബ്രെയിനിന് പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഡിഫറെന്റ് ആംഗിൾസ് എടുത്ത് കൊടുക്കണം പ്രോസസ് ചെയ്യാൻ. ബ്രെയിൻസ് എ കമ്പ്യൂട്ടർ യുനോ. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനും കൂടി വെച്ചിട്ട് നമ്മളെ മൈൻഡ് പ്രോസസ് ചെയ്തിട്ട് നല്ലൊരു ഔട്ട്കം അതിനും തരാന്നുള്ളതാണ്. ഈവൻ ഇഫ് യു ആർ എന്ററിംഗ് ഇൻ ടു ദ മാനിഫെസ്റ്റേഷൻ, ഐ യൂസ് ടു സേ ജസ്റ്റ് ഡോണ്ട് ഓൺലി സ്റ്റിക്ക് ഓൺ ടു ദ ലോ ഓഫ് അട്രാക്ഷൻ പ്രിൻസിപ്പിൾസ്, യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ ടു ദ സ്പിരിച്വാലിറ്റി, മിസ്റ്റിക്കൽ ആൻഡ് ഓൾസോ ദ സയന്റിഫിക്, ന്യൂറോ സയൻസ്. ഇങ്ങനെ എല്ലാ ഏരിയയിലൂടെയും കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓക്കെ പെരിമ, താങ്ക് യു സോ മച്ച് ഇത്രയും സമയമായിട്ടും ഇവിടെ ഇരുന്നതിന്. അപ്പം ഒന്നുകൂടി കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇതിന്റെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇരുന്നിട്ട് കാണാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ ടേക്ക് അവേസ് ഷെയർ ചെയ്താൽ എനിക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ GT നിങ്ങളുടെ ടേക്ക് അവേ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ടേക്ക് അവേസും കേൾക്കാറുണ്ട്. അപ്പോഴാണ് ഇതിൽ വരുന്ന ആളുകൾ ഏത് ഡയമെൻഷനിൽ അത് എടുക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത സെഷനിൽ പലപ്പോഴും അതിനെ ഇംപ്രൂവൈസ് ചെയ്തിട്ട് ടോക്ക് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇത് ഇപ്പൊ നമ്മുടെ GTയുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമന്റ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടേക്ക് അവേസ് അവിടെ ടൈപ്പ് ചെയ്യാനോ പറ്റുന്നുണ്ടെങ്കിൽ ഐ ബി റീഡിംഗ് ദാറ്റ്. ഞാൻ എല്ലാ വീക്കിലും ഇത് അവിടെയും പോയി നോക്കാറുണ്ട്. അപ്പൊ ഇഫ് യു ക്യാൻ ടൈപ്പ് യുവർ ടേക്ക് അവേസ്, ഇഫ് യു ക്യാൻ റൈറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്സ് ഫ്രം ദിസ് GT എത്തുന്നത് അവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതുകൂടി എനിക്ക് പ്രോസസ് ചെയ്ത് വരാൻ വേണ്ടി പറ്റുന്നത്. ദാറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ഫോർ മീ ടു ബി ഇംപ്രൂവൈസ് ദ സെഷൻ ദാറ്റ് ഐ എം ഗിവിംഗ് ടു യു അക്കോർഡിംഗ് ടു ദ വേ യു ആർ പെർസീവിംഗ് ഇറ്റ്. നിങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അതിനെ ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കാം. ആൻഡ് വൺ മോർ തിങ്, ഈ മാനിഫെസ്റ്റേഷനും ഈ പറഞ്ഞ സ്പിരിച്വൽ സീക്രട്ടുകൾ ഇതൊക്കെ ഈ ലെഫ്റ്റ് റൈറ്റ് ബ്രെയിൻ ഇതിനെ രണ്ടിനും അലൈൻ ചെയ്തിട്ട് ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത അവസ്ഥയിലേക്ക് ഒരു സീക്കർ ആവാൻ അല്ലെങ്കിൽ സീക്കിംഗ് തേഴ്സ്റ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ആൽക്കെമിസ്ട്രി. അപ്പം അത് എന്റെ ഫൈൻഡിങ്സും ഡെവലപ്പ് ചെയ്തതാണ് ആൽക്കെമിസ്ട്രി. ഈ മന്ത് 28 നമ്മുടെ ആൽക്കെമിസ്ട്രി വരുന്നുണ്ട്. 1 day ഓഫ്ലൈൻ പ്രോഗ്രാം ആണ്. അപ്പൊ എനിവൺ ഹു ഈസ് വെരി ഇൻട്രസ്റ്റഡ് ടു ലേൺ ദ തിങ്സ് ഇൻ ദിസ് വേ, ഈ മോഡിൽ
മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുണ്ട്, യു ക്യാൻ കം ആൻഡ് ജോയിൻ ദ ആൽക്കെമിസ്ട്രി. ആൽക്കെമിസ്ട്രിയിലേക്ക് വരുന്നതോട് നമ്മൾ അറിയാം ഔട്ട്കം ഇങ്ങനെയെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടേ വരരുത് എന്നുള്ളതാണ്. ഇറ്റ്സ് എ ജേർണി. സോ ദാറ്റ് നിങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാനും ഈ രണ്ടും അലൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയും സയൻസും കണക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ലെഫ്റ്റും റൈറ്റും പറഞ്ഞ പോലെ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയും സയൻസും കണക്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഫ്യൂച്ചർ ജനറേഷന് മോറലി ആൻഡ് എത്തിക്കലി ആൻഡ് സ്പിരിച്വലി ഗൈഡ് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നമ്മൾ കുറെ സയൻസ് പെർസെപ്ഷനിലും ലോജിക്കൽ പെർസെപ്ഷനിലും അത് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ലോജിക്കലി അത്തരത്തിലുള്ള സ്പിരിച്വൽ കാര്യങ്ങളോടൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ദാറ്റ് വുഡ് ബി മോർ ബെനിഫിഷ്യൽ എന്നുള്ളതാണ്. ഇപ്പൊ കമ്മിങ് 28th ആൽക്കെമിസ്ട്രി വരുന്നത്. നമ്മുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്താൽ ദേ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പൊ അതും മറക്കണ്ട. ഈ 2 അപ്ഡേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ GT 250 ഇനി 2 വീക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ 250th സെലിബ്രേഷനിലേക്ക് പോവാണ്. സോ ആരെങ്കിലും എൻറോൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.